या कुन्देन्दुतुषार हारधवला या शुभ्रवस्त्रावृता या वीणावरदण्डमण्डितकरा या श्वेतपद्मासना या ब्रह्माच्युतशङ्कर प्रभृतिभे देवै सदा वन्दिता सा मां पातु सरस्वती भगवती निःशेषजाड्यापहा शुक्लां ब्रह्मविचार सारपरमा आद्यां जगद्व्यापिनी वीणापुस्तकधारिणी अभयदा जाड्यान्धकारापहा हस्ते स्फाटिकमालिका विदधती पद्मासने संस्थिता वन्दे त्वां परमेश्वरी भगवती बुद्धिप्रदां शारदा. നമസ്കാരം. വൈജ്ഞാനിക സാഹിത്യകാരനായ, ചരിത്രകാരനായ, പത്രപ്രവർത്തകനായ, മാധ്യമപ്രവർത്തകനായ, സംവാദകനായ GK സുരേഷ് ബാബുവിനെ കേരളത്തിന് വളരെ സുപരിചിതമാണ്. എന്നാൽ ഒരു സർഗാത്മക സാഹിത്യകാരനായ, പ്രത്യേകിച്ച് ചെറുകഥാകൃത്തായ GK സുരേഷ് ബാബുവിനെ മലയാളത്തിലെ വായനാ സമൂഹത്തിന് പരിചയപ്പെടുത്താനുള്ള ആ നിയോഗം വന്നു ചേർന്നിരിക്കുന്നത് വേദാ ബുക്സിനാണ്. അതിൽ ഞങ്ങൾക്ക് ചെറുതല്ലാത്ത അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഇങ്ങനെയൊരു നിയോഗം വേദയെ ഏൽപ്പിച്ച എൻ്റെ പ്രിയ സുഹൃത്തും ജ്യേഷ്ഠ സഹോദരനും എല്ലാമായ ശ്രീ GK സുരേഷ് ബാബുവിനോടുള്ള ആ ഒരു നന്ദിയും കടപ്പാടും രേഖപ്പെടുത്താൻ വേണ്ടി കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പ്രഗത്ഭമതികൾ ഇവിടെ സംസാരിക്കാനുണ്ട്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പുസ്തകം പ്രകാശനം ചെയ്യുന്നത് 2 പ്രഗത്ഭമതികളാണ്. കേരള സമൂഹത്തിന് പ്രത്യേകിച്ച് ഒരു മുഖവരയുടെയും ആവശ്യമില്ലാത്ത ജോർജ് ഓണക്കൂർ സാറാണ് ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുന്ന വ്യക്തികളിൽ ഒരാൾ. അദ്ദേഹം തന്നെയാണ് ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത്. തൻ്റെ തിരക്കേറിയ ആ ഔദ്യോഗിക സാമൂഹ്യ ജീവിതത്തിനിടയിലും ഈ കർമ്മത്തിന് വേണ്ടി, ഈ ചടങ്ങിന് വേണ്ടി അദ്ദേഹം ഇവിടെ സമയം കണ്ടെത്തിയിരിക്കുകയാണ്. ജോർജ് ഓണക്കൂർ സാറിന് ഈ പ്രകാശന വേദിയിലേക്ക് വേദയുടെ പേരിൽ നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യുന്നു. KS രാധാകൃഷ്ണൻ സാറിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിനെയും കേരള സമൂഹത്തിന് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അധ്യാപകൻ, ഗവേഷകൻ, ദാർശനികൻ, പ്രഭാഷകൻ, അങ്ങനെ കൈവച്ച എല്ലാ മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച് ഇന്നും നമ്മോടൊപ്പം ഈ സാംസ്കാരിക കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ മഹാപ്രതിഭയെ നമുക്ക് ഇന്ന് ഈ വേദിയിലേക്ക് ലഭിച്ചിരിക്കുകയാണ്. അതിനെല്ലാം ഉപരി
എനിക്കൊരു വ്യക്തിപരമായ സന്തോഷം കൂടിയുണ്ട്. വേദയുടെ തുടക്കം മുതൽ തന്നെ എല്ലാ അനുഗ്രഹങ്ങളുമായി എന്നോടൊപ്പം എന്നും അന്വേഷണങ്ങളും ഉപദേശങ്ങളും ശാസനകളുമായി രാധാകൃഷ്ണൻ സാർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പുസ്തകം ഇവിടെ പരിചയപ്പെടുത്തുന്നത് ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ മാഷാണ്. ഉണ്ണികൃഷ്ണൻ സാർ ആദ്യമായിട്ടല്ല വേദയുടെ വേദിയിൽ വരുന്നത്. ഇതിനു മുമ്പുള്ള പല പുസ്തക പ്രകാശന ചടങ്ങുകളിലും ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ ഉണ്ടായിരുന്നു. ഇനിയും ഉണ്ടാകും, ഇപ്പോഴുമുണ്ട്. എപ്പോൾ വിളിച്ചാലും അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എങ്ങനെ നടക്കുന്നു, കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നില്ലേ? അങ്ങനെ വേദയുടെ ഏറ്റവും വലിയ അഭ്യുദയകാംക്ഷികളിൽ ഒരാളായ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ മാഷ് ഇപ്പോൾ ഈ വേദിയിലും ഈ പുസ്തകം പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മോടൊപ്പമുണ്ട്. ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ മാഷിന് എൻ്റെ വ്യക്തിപരമായ പേരിലും വേദ ബുക്സിൻ്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ NR മധു ആരാണെന്നും എന്താണെന്നും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല. കവിയായും പ്രഭാഷകനായും പത്രാധിപരായും ചെറുകഥാകൃത്തായും ചലച്ചിത്രകാരനായും സഞ്ചാര സാഹിത്യകാരനായും ഒക്കെയുള്ള ഡോക്ടർ NR മധുവിനെ നമുക്കേവർക്കും വളരെ സുപരിചിതമാണ്. അദ്ദേഹം സുപരിചിതനാണ്. ഡോക്ടർ NR മധുവിനെ ഈ വേദിയിലേക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം തന്നെ പറഞ്ഞു, പത്രപ്രവർത്തകനായും പ്രഭാഷകനായും ചരിത്രകാരനായും ഗ്രന്ഥകർത്താവായും ഒക്കെയുള്ള GK സുരേഷ് ബാബുവിനെ നമുക്കേവർക്കും അറിയാം. എന്നാൽ സർഗാത്മക സാഹിത്യകാരനായ ചെറുകഥാകൃത്തായ സുരേഷ് ബാബുവിനെ പരിചയപ്പെടുത്താൻ ഉള്ള നിയോഗം വേദ ബുക്സിനാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീ GK സുരേഷ് ബാബുവിനെയും ഈ ഗ്രന്ഥകർത്താവായ GK സുരേഷ് ബാബുവിനെ ഈ വേദിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുവാൻ എനിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വേദയുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും അഭ്യുദയകാംക്ഷികൾക്കും കൂടി ഞാൻ സ്വാഗതം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എളിയ ദൗത്യത്തിൽ നിന്ന് പിൻവാങ്ങുകയാണ്. നന്ദി, നമസ്കാരം. പ്രശസ്ത മാധ്യമ പ്രവർത്തകനായ ശ്രീ GK സുരേഷ് ബാബു തൻ്റെ സർഗാത്മക വഴികളിൽ പുതിയ ഒരു സഞ്ചാരത്തിന് ഒരുങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ കഥാസമാഹാരം വളരെ പ്രത്യേകതയുള്ള ഒരു പേരോടുകൂടിയ പുസ്തകമാണ് അത്. അതിൻ്റെ പേര് ഒറ്റ മൈന എന്നാണ്. ഇതാണ് ആ പുസ്തകം. നല്ല മനോഹരമായി മുദ്രണം ചെയ്തിരിക്കുന്ന, സംവിധാനം ചെയ്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചിത്രകാരനായ ഭട്ടതിരി രൂപകൽപ്പന ചെയ്ത് ധാരാളം ചിത്രങ്ങളോടുകൂടി പ്രകാശനം ചെയ്തിരിക്കുന്ന ഒറ്റ മൈന എന്ന ഈ പുസ്തകം വേദ പബ്ലിക്കേഷൻസ് ആണ് പ്രസാധനം ചെയ്തിരിക്കുന്നത്. ഈ പുസ്തകത്തിൽ ഒറ്റമൈന എന്ന ഈ കഥാ സമാഹാരത്തിൽ 15 കഥകളാണ് ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്. കഥാകാരൻ ആദ്യം തന്നെ പറയുന്നുണ്ട്, ഒരു പുഴ ഒഴുകുന്നത് പോലെയാണ് തൻ്റെ എഴുത്ത് വഴി എന്ന്. ഒരു പുഴ ഒഴുകുന്നത് പോലെയാണ് തൻ്റെ എഴുത്തുവഴി എന്ന് പ്രിയപ്പെട്ട ശ്രീ സുരേഷ് ബാബു ആമുഖമായി പറയുന്നു. എന്താ പുഴയുടെ ഒഴുക്കിനുള്ള ഒരു പ്രത്യേകത? അത് മണ്ണിൻ്റെ മാറിലൂടെ ഒഴുകുന്നതാണ്, മണ്ണിന് നനവ് പകരുന്നതാണ്. നമ്മുടെ ഹൃദയതടങ്ങളിലും നനവ്, ആർദ്രത സൃഷ്ടിച്ചുകൊണ്ട് ഒഴുകുന്ന വാക്കുകളുടെ ഒരു പുഴ. ഗംഗ എന്നൊന്നും ഞാൻ പറയുന്നില്ല, വാക്കുകളുടെ ഒരു പുഴ, ഗ്രാമീണമായ ഒരു നീരൊഴുക്ക് ആണ് ഈ കഥകളിലൂടെ നമുക്ക് അനുഭവപ്പെടുന്നത്. നല്ല തണുപ്പ് തരുന്ന പുസ്തകം.
ആർജവമുള്ള വാക്കുകളിലൂടെ കാവ്യ ചിത്രങ്ങളിലൂടെ അവതരിപ്പിക്കുന്ന കഥകളാണ് ഈ പുസ്തകത്തിൽ ഉള്ളത്. കാവ്യ ചിത്രങ്ങളിലൂടെ എന്ന് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്. കാരണം ഭാഷയെ കവിതയാക്കുന്ന മാന്ത്രിക വിദ്യ ഈ എഴുത്ത് വഴിയിൽ പ്രിയപ്പെട്ട സുരേഷ് ബാബുവിന് പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ലബ്ധപ്രതിഷ്ഠനായ ഒരു എഴുത്തുകാരനെ പോലെ അദ്ദേഹം അങ്ങനെ തന്നെയാണ്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ മാതൃഭൂമിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, അവിടം തൊട്ട് സുരേഷ് ബാബുവിനെ ഞാൻ ശ്രദ്ധിക്കുന്നതാണ്, നമ്മളെല്ലാം ശ്രദ്ധിക്കുന്നതാണ്. ധാരാളം നല്ല ലേഖനങ്ങൾ, അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ചിത്രീകരണങ്ങൾ ഒക്കെ മാതൃഭൂമി ദിനപത്രത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജനം ടി വിയുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയി പ്രവർത്തിക്കുകയാണ് അദ്ദേഹം. അങ്ങനെ ആദ്യം മുദ്രണ കലയിൽ ആ രംഗത്ത്, മാധ്യമരംഗത്ത്, ഇപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനമായ കാലോചിതം എന്ന് ഞാൻ പറയട്ടെ, ദൃശ്യ മാധ്യമ രംഗത്ത് ശക്തമായ ഒരു സാന്നിധ്യമായിട്ടാണ് പ്രിയപ്പെട്ട ശ്രീ സുരേഷ് ബാബു, GK സുരേഷ് ബാബു നിൽക്കുന്നത് എന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാം. ബാബുവിൻ്റെ സർഗാത്മക വഴികൾ, പ്രത്യേകിച്ചും കഥാകാരൻ എന്നുള്ള നിലയിൽ ഞാൻ അദ്ദേഹത്തെ അവതരിപ്പിക്കുകയാണ്. പത്രപ്രവർത്തന രംഗത്തും മാധ്യമരംഗത്തും ഒക്കെ ഉള്ള ബാബുവിൻ്റെ സംഭാവനകൾ ഏറെ സർഗാത്മകമാണ് എന്ന് ഓർമ്മിച്ചുകൊണ്ട് തന്നെ ഒന്നുകൂടി ഉറപ്പിച്ച് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ, മാത്രമല്ല ഈ പുസ്തകത്തിൻ്റെ അവതാരികകാരനാകാനുള്ള നിയോഗവും എനിക്കാണ് ഉണ്ടായത് എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, കഥ അല്ലെങ്കിൽ കവിത, നാടകം, ഇതൊക്കെ നമ്മുടെ സർഗാത്മകതയെ, ക്രിയേറ്റിവിറ്റിയെ, സ്വത്വബോധത്തെ കൂടുതൽ പ്രകാശനം ചെയ്യുന്നതാണ് എന്നുള്ളത് നിസ്സന്ദേഹം പറയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ നിലയ്ക്ക് ആലോചിക്കുമ്പോൾ സുരേഷ് ബാബുവിൻ്റെ സർഗാത്മക വഴിയിൽ ഏറെ ശ്രദ്ധേയമായ ഒരു മികച്ച കാൽവെപ്പായിട്ടാണ് ഈ ഒറ്റ മൈന എന്നുള്ള ഗ്രന്ഥത്തെ കാണേണ്ടത് എന്ന് ഞാൻ പറയട്ടെ. എന്താ ഈ 15 കഥകളുടെ പ്രത്യേകത? ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഇത് പുഴ ഒഴുകുന്നത് പോലെയാണ് എന്ന് കഥാകാരൻ പറയുന്നുണ്ട്. പുഴ ഒഴുകുന്നത് പോലെയാണ്. നമ്മുടെ ഹൃദയത്തിലേക്ക് വാക്കുകൾ ആർദ്ര ഭംഗിയോടുകൂടി കടന്ന് വരികയാണ് ചെയ്യുന്നത്. ഈ കഥകളുടെ ഒരു സവിശേഷത, ഇതിന് പേരിട്ടിരിക്കുന്ന ഒറ്റമൈന എന്ന ഈ പേരിൽ നിന്ന് തുടങ്ങുന്നു ഇതിൻ്റെ സവിശേഷത. ഒരു കുട്ടി, അപ്പു എന്ന കുട്ടി, ചെറിയ ബാലകനാണ്. അവൻ കോടതി വരാന്തയിൽ നിൽക്കുന്നു. കാരണം അവനെ ഏറ്റെടുക്കാൻ വേണ്ടി ബാലമന്ദിരത്തിലെ ആൾക്കാർ വരണം. അവൻ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. കുറേ വർഷങ്ങൾ അവനെ പരിപാലിച്ച, കൈപിടിച്ച് നടത്തിയ ഒരമ്മയുണ്ട്. പക്ഷേ അമ്മ വക്കീലിനോടൊപ്പം കോടതിയുടെ ഉള്ളിൽ നിൽക്കുന്നു. കുട്ടി വരാന്തയിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അതിന് പിന്നിലൊരു കഥയുണ്ട്. എന്തുകൊണ്ടാണ് അപ്പു ഒറ്റയ്ക്കാകുന്നത്? അപ്പുവിനെ പരിലാളിച്ച മാതൃകരങ്ങൾ എന്തുകൊണ്ടാണ് അപ്പുവിനെ ഇപ്പോൾ ഉപേക്ഷിക്കുന്നത്? അപ്പുവിൻ്റെ അമ്മയായി ഇത്ര കാലവും കഴിഞ്ഞ ആ സ്ത്രീ അപ്പുവിൻ്റെ അമ്മയല്ല, മറിച്ച് ഒരു പുരുഷനും ആയി അവർ കഴിഞ്ഞ കാലത്ത് ഒരു കുട്ടിയും ഉണ്ടായ ശേഷം അയാൾ അവരെ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഭർത്താവിനെയും കുട്ടിയെയും നഷ്ടപ്പെട്ട് മകന് വേണ്ടി അന്വേഷിച്ച് അലയുമ്പോഴാണ് അവർക്ക് തമിഴ് ഭിക്ഷാടകരുടെ ഇടയിൽ നിന്ന് ഒരു ബാലനെ കിട്ടുന്നത്. അത് തൻ്റെ കുട്ടിയാണ് എന്ന് ബാലമന്ദിരത്തിലെ പരസ്യത്തിൽ നിന്ന് അവർ ധരിച്ചു വശായി ആ കുട്ടിയെ ദത്തെടുക്കുകയാണ്. അങ്ങനെ ദത്തെടുത്ത് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് നാട്ടിൻപുറത്തെ പള്ളിക്കൂടത്തിൽ അയച്ച് അപ്പുവിനെ പഠിപ്പിച്ച് മിടുക്കനാക്കാൻ ശ്രമിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ ഒരു വാർത്ത എത്തുന്നത്. കർണാടകത്തിൽ എവിടെയോ തൻ്റെ ഭർത്താവും താൻ നൊന്ത് പ്രസവിച്ച മകനും ഉണ്ട്. സ്വന്തം സഹോദരൻ തന്നെ അത് കണ്ടുപിടിക്കുകയാണ്. അപ്പം ആ നിലയ്ക്ക് നിശ്ചയമായിട്ടും തനിക്ക് മകൻ ജീവിച്ചിരിക്കുന്നു. ഭർത്താവ് പുനഃസമാഗമത്തിന് കൊതിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ കുട്ടി ബാലമന്ദിരത്തിൽ നിന്ന് താൻ കൊണ്ടുവന്ന അപ്പു തനിക്ക് കൈയൊഴിയേണ്ട ഒരു ബാലനായിട്ട് മാറുകയാണ്. ആ അമ്മയുടെ നിസ്സഹായതയിൽ നിന്ന് ഉപേക്ഷിക്കപ്പെടുവാൻ ഒരുക്കി നിർത്തിയിരിക്കുകയാണ് അപ്പുവിനെ. ബാലമന്ദിരത്തിലെ ആൾക്കാർ വന്നാൽ മതി, അതുവരെ അവൻ ഒറ്റയ്ക്ക് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവനറിയുന്നു ഇതുവരെ അമ്മ എന്ന് കരുതിയ ആൾ തൻ്റെ അമ്മയല്ല എന്ന്. അപ്പോൾ കുട്ടി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്,
അങ്ങനെയെങ്കിൽ എൻ്റെ അമ്മ ആരാണ്? എന്നെ പെറ്റത് ആരാണ്? ഈ സ്ത്രീ എൻ്റെ അമ്മയല്ല എങ്കിൽ താൻ ഈ ഭൂമിയിൽ പ്രസവിച്ച് വീണ വളർന്ന കുട്ടിയാണല്ലോ. തൻ്റെ അമ്മ ആരാണ് എന്ന ആ കുട്ടിയുടെ ഒരു ചോദ്യത്തിൻ്റെ മുമ്പിൽ നാം വിറങ്ങലിച്ച് നിൽക്കുന്ന, ആ സത്യത്തിൻ്റെ പ്രകാശത്തിൽ നമ്മുടെ കണ്ണ് മങ്ങിപ്പോകുന്ന, ഹൃദയം കലുഷിതമാകുന്ന അത്തരമൊരു അവസ്ഥ സൃഷ്ടിക്കുന്ന മനോഹരമായ ഒരു കഥ എന്നുള്ള നിലക്ക് ഞാൻ ഈ 15 കഥകളിൽ പുസ്തകത്തിന് പേര് കൊടുത്തിരിക്കുന്ന ഒറ്റ മൈനയെ അടയാളപ്പെടുത്തുകയാണ്. അതൊരു മറ്റൊരു കഥയാണ്, ഓണപ്പുടവ എന്നൊരു കഥ. എല്ലാ കഥയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഓണപ്പുടവ താൻ സ്നേഹിച്ച് തൻ്റെ ഒപ്പം അമ്മാമ്മൻ്റെ പുത്രിയാണ് ദേവു ഏടത്തി. വലിയ സ്നേഹമായിരുന്നു. ഒരു ഹൃദയം പോലെ ജീവിച്ചവരാണ് അവർ. അപ്പോൾ ഈ കഥാനായകനോട് ദേവു എടുത്ത് പറയുന്നുണ്ട്, നീ പഠിച്ച് മിടുക്കനായി വരുമ്പോൾ ഓണക്കാലത്ത് എനിക്ക് ഒരു പുടവ തരണം. നീ പഠിച്ച് മിടുക്കനായി ശമ്പളമൊക്കെ നേടി വരുമ്പോൾ എനിക്കൊരു പുടവ, ഓണക്കാലത്ത് ഒരു പുടവ വാങ്ങിത്തരണം. അത്രേ ഉള്ളൂ ഡിമാൻഡ്. പുറത്തുനിന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന കഥാനായകൻ 2 പുടവ കൊണ്ടുവരുന്നു. ഒന്ന് അമ്മയ്ക്കും ഒന്ന് ഈ സഹോദരിക്കും. ഭാര്യയ്ക്ക് വേറെ സമ്മാനങ്ങളുണ്ട്. പക്ഷേ ഈ പുടവ കണ്ടപ്പോൾ, നേരിയത് കണ്ടപ്പോൾ ഭാര്യയ്ക്കൊരു താല്പര്യം. എന്താണ്? അടുത്തൊരു കല്യാണ വീട്ടിൽ വിശേഷാവസരത്തിൽ അമ്മയോടൊപ്പം ഈ പുടവ കൊടുത്തുകൊണ്ട് പോകണമെന്ന് ഭാര്യയ്ക്കൊരു മോഹം. അപ്പോൾ ദേവിയടത്തേക്ക് നൽകാൻ വേണ്ടി വാങ്ങിവെച്ച പുടവ ഭാര്യ സ്വന്തമാക്കുന്ന ഒരവസ്ഥാവിശേഷമാണ്. നിസ്സഹായതയോടുകൂടി ഓണക്കാലത്ത് ദേവിയടത്തെ കാണാൻ പോകുമ്പോൾ അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ എനിക്ക് പുടവ കൊണ്ടുവന്നില്ലേ പറഞ്ഞതുപോലെ? അപ്പം കുറച്ച് കാശ് എടുത്ത് കൊടുക്കുമ്പോൾ അവർ പറയും, എനിക്ക് കാശ് വേണ്ട, നീ തരാമെന്ന് പറഞ്ഞ പുടവയാണ് എനിക്ക് വേണ്ടത് എന്ന് പറയുകയും അടുത്ത 2 ദിവസങ്ങൾക്കുള്ളിൽ അവരുടെ ജീവിതാന്ത്യം സംഭവിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണീര് ഹൃദയത്തിൽ നിന്ന് ഒലിച്ച് ഇറങ്ങുന്ന ഒരവസ്ഥാവിശേഷം അനുഭവവേദ്യമാക്കുകയാണ് ആ കഥ ചെയ്യുന്നത് എന്ന് പറയാൻ തോന്നുന്നു. ഒരു കഥയെക്കുറിച്ച് കൂടി പറഞ്ഞ് ഞാൻ ഈ അവലോകനം അവസാനിപ്പിക്കാം. അത് ആദ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്ന, അല്ലെങ്കിൽ അനുരാധ പറഞ്ഞ വഴി എന്നാണ് ആ കഥയുടെ പേര്. അജിത്ത് അതെ, അനുരാധയുടെ ഹൃദയം കവർന്ന അവളുടെ കാമുകൻ. അവൾ പറയുന്നൊരു വാക്കുണ്ട്, എന്നെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം, അമ്മയെ ചെന്നു കണ്ട് അനുവാദം വാങ്ങിയാൽ മാത്രം മതി. അങ്ങനെ അനുവാദം വാങ്ങാൻ വേണ്ടി ഈ കാമുകൻ അനുരാധ പറഞ്ഞ വഴിയിലൂടെ അവളുടെ വീട്ടിൽ എത്തിച്ചേരുന്ന സമയത്തുണ്ടാകുന്നൊരു അനുഭവമുണ്ട്. അപ്പോൾ എവിടെയാണ് വീട്? കോഴിക്കോട്ടാണ്. കോഴിക്കോട്ട് എവിടെ? അമ്മ ചോദിക്കുന്നു, അനുരാധയുടെ അമ്മ ചോദിക്കുന്നു. അപ്പോൾ വീട്ടുപേര് പറയുമ്പോൾ ആ അമ്മ സംഭ്രമിച്ച് തറയിലിരിക്കുകയാണ്. കാരണം അവിടുത്തെ മാധവ മേനോൻ്റെ പത്നിയാണ് ഈ അമ്മ. സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്ന മാധവ മേനോൻ വിവാഹ ദിവസം തന്നെ പോലീസിൻ്റെ പിടിയിലായി. അതുകൊണ്ട് ആദ്യ രാത്രിയിൽ പോലീസ് സ്റ്റേഷനിൽ അടയ്ക്കപ്പെടുന്ന മാധവ മേനോൻ പിന്നീട് ജീവപര്യന്തം ശിക്ഷയ്ക്ക് അദ്ദേഹം വിധേയനായി തീരുമ്പോൾ വീട്ടുകാർ ഇടപെട്ട് മറ്റൊരു വിവാഹത്തിന് അമ്മയെ പ്രേരിപ്പിക്കുകയാണ്. പക്ഷേ മാധവ മേനോൻ കഴുത്തിൽ അണിയിച്ച താലി കൊണ്ട് തന്നെ പുതിയ ഭർത്താവിനെ സ്വീകരിക്കുകയും ആ ഭർത്താവിൽ നിന്നുണ്ടാകുന്ന മകളാണ് അനുരാധ എന്ന് പറയുന്നത്. ആ അനുരാധയാണ് ഇപ്പോൾ അയാളുടെ കാമുകിയായിട്ട് വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ച് വന്ന് എത്തുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത് നിൻ്റെ പെങ്ങളാണ് എന്ന് ആ അമ്മ പറയുമ്പോൾ, കാരണം അവരുടെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന താലി അവൻ്റെ അച്ഛൻ മാധവ മേനോൻ അണിയിച്ച താലിയാണ്. അതുകൊണ്ട് ഇവൾ വിവാഹം ചെയ്യാൻ സാധ്യമല്ല എന്ന് പറയുന്ന ആ ഒരു വളരെ നിർണായകമായ, ഞാൻ കഥയെക്കുറിച്ച് കൂടുതൽ വിസ്തരിക്കുന്നില്ല, വായിച്ച് അനുഭവിക്കേണ്ട ഒരു കഥയാണ്. പ്രണയം എത്ര പുതുവഴികളിലൂടെ സഞ്ചരിക്കുന്നു എന്നും നമ്മുടെ ഹൃദയത്തെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കുന്നു, ഒരു വേദനയായി മനസ്സിൽ മായാത്ത ഒരു വേദനയുടെ അടയാളമായി നിൽക്കുന്നു. അനുരാധയുടെ മകളുടെ, അനുരാധ വളർന്നു കാലങ്ങൾ കഴിഞ്ഞു, അനുരാധയുടെ മകളുടെ കല്യാണത്തിന് അവൾ പറഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഈ പഴയ കാമുകൻ്റെ അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ ജീവിത വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. പുഴ ഒഴുകുന്നത് പോലെ ആണ് അത്. ഈ കഥകൾ ഓരോന്ന് ഇങ്ങനെ എടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ
നമ്മുടെ ഹൃദയത്തിൽ എത്ര വലിയ ആഴത്തിൽ വേരോടുന്ന വാക്കുകളാണ്, ചിന്തകളാണ്, വാഗ്മയമാണ് ഇവിടെ പ്രിയപ്പെട്ട സുരേഷ് ബാബു അവതരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു. നല്ല കഥകൾ, നല്ല 15 കഥകൾ, ഹൃദയംഗമമായ കഥകൾ, കാവ്യാത്മകമായ ഭാഷയിൽ ഹൃദയംഗമമായി അവതരിപ്പിക്കാൻ ഈ കഥാകാരന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് അഭിമാനകരമാണ്. മലയാള കഥാലോകത്തിന് എന്നും ഓർമ്മിക്കാവുന്ന, അഭിമാനിക്കാവുന്ന നല്ല ഒരു സാംസ്കാരിക ഉൽപ്പന്നം ഈ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകൻ്റെ, കഥാകൃത്തിൻ്റെ, സർഗാത്മക സാഹിത്യകാരൻ്റെ തൂലികയിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് വലിയ ഒരു അഭിമാനത്തോടു കൂടി ഓർത്ത് എടുത്തുകൊണ്ട് സുരേഷ് ബാബുവിൻ്റെ സർഗ യാത്രയ്ക്ക് എല്ലാ ഭാവുകവും നേരുകയാണ്. ഈ ഒറ്റ മൈന ഞാൻ കൈകളിൽ ഉയർത്തി എൻ്റെ വായനക്കാരെ, സഹൃദയരെ അഭിവാദ്യം ചെയ്തുകൊണ്ട്. പ്രശസ്ത മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനും ഗവേഷകനുമായ ശ്രീ GK സുരേഷ് ബാബുവിൻ്റെ ഒറ്റ മൈന എന്ന ചെറുകഥ സമാഹാരം എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളുടെ എല്ലാവരുടെയും അറിവും സമ്മതത്തോടെയും പ്രകാശനം ചെയ്തതായി സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. സുരേഷ് ബാബു വളരെ പ്രശസ്തനായ മാധ്യമപ്രവർത്തകനാണ്. ആദ്യകാലത്ത് മാതൃഭൂമി ദിനപത്രത്തിലൂടെ ആരംഭിച്ച അദ്ദേഹത്തിൻ്റെ മാധ്യമ പ്രവർത്തന പാരമ്പര്യം പിന്നീട് ദൃശ്യ മാധ്യമ രംഗത്തേക്കും അതിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും വ്യാപരിക്കുകയാണ് ഉണ്ടായത്. മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു പരിമിതി നിശ്ചിതമായ ഒരു സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പലപ്പോഴും ചെയ്തു തീർക്കാൻ കഴിയുന്ന ജോലിയല്ല മാധ്യമപ്രവർത്തകൻ്റേത് എന്നതാണ്. എത്ര മണിക്കൂർ കൃത്യമായി ജോലി ചെയ്യേണ്ടി വരും എന്ന് ഏത് വേജ് ബോർഡ് എന്തെല്ലാം ശുപാർശകൾ നൽകിയാലും ഉറപ്പിച്ച് പ്രയോഗിക്കാൻ കഴിയാതെ വരും. ഒരു വാർത്തയുടെ പിന്നാലെ പോകുമ്പോൾ ആ വാർത്ത അതിന് രൂപം നൽകി വായനക്കാരുടെ മുന്നിലേക്കോ പ്രേക്ഷകൻ്റെ മുന്നിലേക്കോ അവതരിപ്പിക്കേണ്ടി വരുമ്പോൾ അതിനുവേണ്ടി ചെലവാക്കുന്ന സമയത്തിൻ്റെ കാര്യത്തിൽ ഒരു കൃത്യത പുലർത്താൻ പലപ്പോഴും കഴിഞ്ഞു എന്നിരിക്കില്ല. ഒരു വാർത്തയിലെ ഒരു ചെറിയ വിവരം തേടുന്നതിന് വേണ്ടി പോലും ചിലപ്പോൾ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന സാഹസികമായ അന്വേഷണം വേണ്ടിവരും. അത്തരം ഒരു പരിസ്ഥിതിയിൽ സാധാരണഗതിയിൽ മനുഷ്യർക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മാധ്യമ പ്രവർത്തനത്തിന് അപ്പുറത്തേക്കുള്ള ഒരു വ്യക്തിയിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകളെ പരിപോഷിപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. നമുക്ക് പലപ്പോഴും അത് കഴിഞ്ഞു എന്നിരിക്കില്ല. മറ്റ് രംഗങ്ങളിൽ സുനിശ്ചിതമായൊരു സമയപരിധി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ സമയപരിധി കഴിഞ്ഞതിന് ശേഷം ലഭിക്കുന്ന സമയം ഇതിനു വേണ്ടി മാറ്റിവെച്ച് കൃത്യമായി ജോലി ചെയ്യാൻ കഴിഞ്ഞു എന്നിരിക്കും. പക്ഷേ മാധ്യമപ്രവർത്തനത്തിന് അങ്ങനെ ഒരു സുനിശ്ചിതമായ സമയപരിധി ഇല്ല എന്നുള്ളത് അതിൻ്റെ സവിശേഷതയാണ്. അപ്പോൾ ഈ തൊഴിൽപരമായ പ്രശ്നം കൊണ്ട് തന്നെ ഒരു എഴുതാനുള്ള വാസനയും ആ വാസന പരിപോഷിപ്പിക്കാനുള്ള അന്തരീക്ഷവും സ്വാഭാവികമായും മാധ്യമപ്രവർത്തകർക്ക് നഷ്ടമാകാറാണ് പതിവ്. ശ്രീ സുരേഷ് ബാബുവിൻ്റെ ഗവേഷണ പുസ്തകങ്ങളാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. വിശേഷിച്ചും കേരളത്തിലെ വർഗീയതയെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള ഗഹനമായ പുസ്തകം. കേരളത്തിൽ എത്ര വർഗീയ ലഹളകൾ ഏതെല്ലാം കാലത്ത് എങ്ങനെയൊക്കെ ഉണ്ടായി, എന്തായിരുന്നു അതിൻ്റെ കാരണം, അതിൻ്റെ പര്യവസാനം എങ്ങനെയായിരുന്നു, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അന്ന് വരെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്താൻ മടിച്ചിരുന്ന കാര്യങ്ങൾ കണ്ടെത്തി രേഖപ്പെടുത്തിയതാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം. അതുകൊണ്ട് തന്നെ ആ പുസ്തകം മറ്റ് എഴുത്തുകാരിൽ നിന്നും മറ്റ് എഴുത്തുകാരുടെ പുസ്തകങ്ങളിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന ഒന്നായി മാറി.
പക്ഷെ അക്കാലത്തും ശ്രീ സുരേഷ് ബാബു ഒരു സർഗാത്മക സാഹിത്യ രചനയിൽ വ്യാപരിച്ചിരുന്ന ഒരാളാണ് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതിനുശേഷം അദ്ദേഹം പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളും അദ്ദേഹം വ്യാപരിച്ച കർമ്മമേഖലയുമെല്ലാം ഇത്തരത്തിൽ ഒരു സർഗാത്മക രചനയ്ക്ക് പറ്റിയ മനസ്സും അന്തരീക്ഷവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു എന്നതാണ് വസ്തുത. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ പ്രകാശിപ്പിച്ച ഒറ്റമൈന എന്ന പുസ്തകം, ആ ഒറ്റമൈന എന്ന പേരിൽ തന്നെ ഒരു കഥയുണ്ട്. ആ ഒറ്റമൈന എന്ന പുസ്തകം അദ്ദേഹം ഒരിക്കൽ വ്യാപരിച്ചിരുന്ന സർഗാത്മക മേഖലയെയാണ് നമ്മുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. അത് പിന്നീട് അദ്ദേഹം തന്നെ പറയുന്നത് പോലെ മാധ്യമപ്രവർത്തനത്തിൻ്റെ തിരക്കുകളിലേക്ക് മാറിയപ്പോൾ സ്വാഭാവികമായും ആ പ്രവണത അല്ലെങ്കിൽ ആ ഒരു കഴിവ് നഷ്ടപ്പെട്ടു പോവുകയാണ് ഉണ്ടായത്. ആദ്യകാലത്ത് അദ്ദേഹം ഒരുപക്ഷെ മാധ്യമപ്രവർത്തകനാകുന്നതിന് മുൻപ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലവും അതിനുശേഷവും മാധ്യമപ്രവർത്തനത്തിൻ്റെ ആദ്യകാലങ്ങളിലുമെല്ലാം പല ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലായി പ്രസിദ്ധീകരിച്ച കഥകളാണ് ഇവിടെ സമാഹരിച്ചിരിക്കുന്നത്. അത് തുടർന്ന് പരിപോഷിപ്പിക്കാനും ആ രംഗത്ത് കുറേ കൂടി ഗൗരവത്തിൽ വ്യാപരിക്കാനും ഈ തൊഴിൽപരമായ പരിമിതികൾ മൂലം അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതുമാണ് വസ്തുത. ഈ ഒറ്റമൈന എന്ന സമാഹാരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 15 കഥകൾ, ആ കഥകൾ ഓരോന്നും ഓരോ ജീവിതത്തെക്കുറിച്ച് നമ്മോട് പറയുന്ന ഒന്നാണ്. ഒരാൾ എന്തിന് കഥ എഴുതണം എന്ന ചോദ്യത്തിന് അയാൾക്ക് എന്തെങ്കിലും പറയാനുള്ളപ്പോഴാണ് കഥ എഴുതുന്നത്. കഥ എപ്പോഴും സംഭവങ്ങളുടെ ദൃക്സാക്ഷി വിവരണമല്ല. സംഭവങ്ങളുടെ ദൃക്സാക്ഷി വിവരണം നടത്തുമ്പോഴും ആ ദൃക്സാക്ഷി വിവരണം കൊണ്ട് ഈ സംഭവങ്ങളിൽ അന്തർലീനമായിരിക്കുന്നതും എന്നാൽ പലപ്പോഴും പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയാത്തതുമായ ചില അനുഭവ മേഖലകളെ അനാവരണം ചെയ്യുക എന്ന ദൗത്യം കൂടി തീർച്ചയായിട്ടും ഈ ദൃക്സാക്ഷി വിവരണ രൂപത്തിലുള്ള കഥാകഥനത്തിലും നമുക്ക് കാണാൻ കഴിയും. ഒരാൾ എങ്ങനെ കഥ എഴുതണം, എவ்விധമായിരിക്കണം കഥ, ഏത് ഭാഷയിൽ എഴുതണം, അത്തരം കാര്യങ്ങളിലൊന്നും മറ്റൊരാൾ വിധി എഴുതുന്നതോ മറ്റൊരാൾ നിർദ്ദേശിക്കുന്നതോ ശരിയായ രീതി അല്ല. പലപ്പോഴും മലയാള കഥകളും മലയാള സാഹിത്യവുമെല്ലാം വൈദേശികമായ സാഹിത്യത്തിൻ്റെയും കലകളുടെയും ഒക്കെ പിറകെ പോകുന്ന ഒരു പ്രവണത ഇവിടെ കണ്ടുവരാറുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത്, അതായത് ഞങ്ങളെല്ലാം കോളേജിൽ പഠിക്കുന്ന കാലത്ത്, ഇവിടെ ആഘോഷിക്കപ്പെട്ടിരുന്ന കുറേയേറെ എഴുത്തുകാരുണ്ടായിരുന്നു. പാശ്ചാത്യ എഴുത്തുകാർ, കാമു, കഫ്ക, സാർത്ര തുടങ്ങിയിട്ടുള്ളവരായിരുന്നു അന്ന് താരശോഭയോടുകൂടി മലയാളത്തിലെ ഏതൊരു എഴുത്തുകാരനേക്കാൾ പ്രശസ്തമായി നിന്നത്. ഇവരുടെ കഥകളെക്കുറിച്ചും അവരുടെ കഥാകഥന രീതികളെക്കുറിച്ചുമൊക്കെ വളരെ ആവേശപൂർവ്വം സംസാരിക്കുന്നവർ ഉണ്ടായിരുന്നു. അത്തരം പുസ്തകങ്ങൾ വളരെ പ്രയാസപ്പെട്ട് വായിക്കുന്നവരും ധാരാളമായിരുന്നു. ഇതെല്ലാം വായിച്ചതിന് ശേഷം ഇങ്ങനെയൊക്കെ തന്നെയാണ് കഥകൾ എഴുതേണ്ടിയിരുന്നത് എന്ന് അന്നത്തെ ആചാര്യന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. വിശേഷിച്ചും കോളേജ് ക്ലാസ്സുകളിൽ ഭാഷയും സാഹിത്യവും പഠിപ്പിച്ചിരുന്നവരെല്ലാവരും തന്നെ അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ആ സാഹിത്യം അവരുടെ ജീവിത പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടതാണ് എന്നൊരു പരിമിതി ആ സാഹിത്യങ്ങൾക്കുണ്ടായിരുന്നു എന്ന വസ്തുത ഇന്ന് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കമ്യുവിൻ്റെ ആൽബർ കമ്യുവിൻ്റെ ഏറെ കൊണ്ടാടപ്പെട്ട, അദ്ദേഹം നൊബേൽ സമ്മാനമൊക്കെ കിട്ടിയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. ഏറെ കൊണ്ടാടപ്പെട്ട ഔട്ട്സൈഡർ എന്ന നോവലിൻ്റെ ആരംഭവാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ട്, അമ്മ മരിച്ചു ഇന്നലെയോ ഇന്ന് എന്ന് പറഞ്ഞുകൊണ്ട്, ഇതാണ് ജീവിതത്തിൻ്റെ അവസ്ഥ എന്ന് പ്രചരിപ്പിക്കുകയും ആ മൂല്യബോധമാണ് അല്ലെങ്കിൽ ആ ജീവിത പരികൽപ്പനകളാണ്
നമ്മുടെ ജീവിതത്തെയും സ്വാധീനിക്കേണ്ടത് എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്ന സാഹിത്യ വിശാരദന്മാർ കേരളത്തിൽ ധാരാളമായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അവരന്ന് മലയാള ഭാഷയിൽ എഴുതുന്ന കേരളത്തിൻ്റെ ജീവിത ചുറ്റുപാടിൽ നിന്നുകൊണ്ട് ആ ജീവിതത്തെ നിരീക്ഷിച്ചുകൊണ്ട് എഴുതുന്ന കൃതികളേക്കാൾ അതിനപ്പുറത്തേക്ക് പോകുന്ന ഒരുപക്ഷെ ഇത്തരത്തിലുള്ള യാതൊരു ജീവിത പശ്ചാത്തലവും ഇല്ലാത്ത ജനങ്ങൾ എഴുതിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരുന്ന അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിക്കൊണ്ടിരുന്ന ഒരു വിശ്വാസത്തെയോ പ്രമാണത്തെയോ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കഫ്കയുടെ കാസിൽ എന്ന് പറയുന്ന നോവലിൽ കെ എന്ന് പറയുന്ന കഥാപാത്രം ഒരു ഇൻഷുറൻസ് ഏജൻറ്റോ ബാങ്ക് എംപ്ലോയിയോ ആരോ വന്നിട്ട് അദ്ദേഹത്തെ പ്രസിദ്ധമായ കത്തീഡ്രൽ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയും അങ്ങനെ ആ കത്തീഡ്രൽ കാണിച്ച് അതിൻ്റെ അൾത്താരയിലെത്തുന്ന സമയത്ത് അവിടെ മുഴുവൻ ഇരുട്ടാവുകയും ആ ഇരുട്ട് വന്ന സമയത്ത് ദസ് കെ എസ്കേപ്ഡ് ഫ്രം ഓൾ ലൈറ്റ്സ് ആൻഡ് കളേഴ്സ് ഓഫ് ദ വേൾഡ് എന്ന് കഫ്ക എഴുതുകയും ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അൾത്താര എപ്പോഴും വെളിച്ചത്തിൻ്റെ പ്രഭവകേന്ദ്രമായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത്, വിശേഷിച്ചും ക്രൈസ്തവ വിശ്വാസത്തിൽ. ആ വെളിച്ചം എന്ന് പറയുന്ന സത്യത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ആത്മീയതയുടെയും നന്മയുടെയും ഒക്കെ പ്രതീകമായിട്ടാണ് ലോകത്തെല്ലായിടത്തും ആഘോഷിക്കപ്പെടുന്നതും അംഗീകരിക്കപ്പെടുന്നതും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഉഷസന്ധ്യ എന്ന് പറയുമ്പോൾ ആ പ്രകാശത്തിൻ്റെ ഒരു മഹത്വം വിളിച്ചോതുന്നതാണ് ഭാരതീയമായാലും മറ്റ് ഇതര സംസ്കാരങ്ങളിലുമെല്ലാം, അത് വിശേഷിച്ച് നമ്മുടെ മതജീവിത പശ്ചാത്തലങ്ങളിലെല്ലാം. അപ്പോൾ അൾത്താര വെച്ചിരിക്കുന്നത് ഈ വെളിച്ചത്തിൻ്റെ പ്രഭവ കേന്ദ്രത്തെ സാധാരണ ഭക്തജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അൾത്താര എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ പാശ്ചാത്യ മതവിശ്വാസങ്ങളുടെ ഭാഗമായി തീർന്നത്. അവിടെ എത്തുമ്പോൾ മനുഷ്യൻ വെളിച്ചം കാണും എന്നാണ് പ്രതീക്ഷ. പക്ഷെ അതിന് വിരുദ്ധമായിട്ട് അവിടെ എത്തിയപ്പോൾ ഇരുട്ടുണ്ടാകുകയും അങ്ങനെ ലോകത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നും വർണ്ണങ്ങളിൽ നിന്നും ഒരുത്തൻ വിമുക്തനായി എന്ന് ആശ്വാസപൂർവം പറയുകയും ചെയ്യുന്ന ഒരു സംസ്കാരത്തെ വലിയ ദർശനമായി അവതരിപ്പിക്കുന്ന ഒരു രീതി ഈ പാശ്ചാത്യ സാഹിത്യത്തിൽ കണ്ടത്, വിശേഷിച്ചും യൂറോപ്യൻ സാഹിത്യത്തിൽ കണ്ടത്, ആ കണ്ട സാഹിത്യത്തെ അപ്പാടെ ഇവിടെ അവതരിപ്പിക്കുക എന്നതാണ് ഉദാത്ത സാഹിത്യത്തിൻ്റെ ലക്ഷണം എന്ന് പറയുകയും ചെയ്തിരുന്ന ഒരു കാലത്താണ് അങ്ങനെയുള്ള ഒരു ബാധയും ബാധ്യതയുമില്ലാതെ സുരേഷ് ബാബു കഥകൾ എഴുതിയിരുന്നത് എന്നതാണ് ഈ കഥകളുടെ സവിശേഷതകളിൽ ഒന്ന്. അന്ന് അവിടെ അമ്മ മരിച്ചു എന്നുണ്ടെങ്കിൽ ഇവിടെ അച്ഛൻ മരിച്ചു എന്നെഴുതുന്നവരാണ്. അവിടെ എവിടെയാണോ ജീവിതം അബ്സേർഡിറ്റിയിൽ ചെന്ന് തീരുന്നത്, അസംബന്ധമായി തീരുന്നത്, ഇവിടെയും ജീവിതം അസംബന്ധമായി തീരുന്നു എന്ന് പറയുകയും അത് എഴുതുകയും അങ്ങനെ യൂറോപ്യൻ സാഹിത്യത്തിൻ്റെ ദുർബലമായ അനുകരണങ്ങളായി മലയാള സാഹിത്യ കൃതികൾ, വിശേഷിച്ചും കഥാസാഹിത്യവും നോവൽ സാഹിത്യവും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ആ ഒരു മാറ്റത്തിൽ പെടാതെ നിന്ന കുറേ എഴുത്തുകാരുണ്ട്. അവരിതിനകത്തൊന്നും പെട്ടില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അതേ കാലത്ത് തന്നെയാണ് ഇങ്ങനെ ഇതെല്ലാം ആഘോഷിക്കപ്പെടുന്ന കാലത്താണ് വൈലോപ്പിള്ളിയെ പോലെയുള്ളവർ നമ്മുടെ മനസ്സിൽ ഗ്രാമത്തിൻ്റെ നന്മയും പച്ചപ്പും ഒരിത്തിരി കൊന്നപ്പൂവും ഉണ്ടാകണം എന്ന് പറഞ്ഞത്. ആ കൊന്നപ്പൂവിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം നമ്മുടെ സാഹചര്യത്തിൽ, നമ്മുടെ പരിസ്ഥിതിയിൽ, നമ്മുടെ ജീവിത പശ്ചാത്തലത്തിൽ പ്രത്യാശയുടെയും ഒക്കെ, നന്മയുടെയും പ്രത്യാശയുടെയും ഒക്കെ പ്രതീക്ഷയായി നമ്മൾ കരുതുന്ന, അല്ലെങ്കിൽ അതിൻ്റെ പ്രതീകമായി നമ്മൾ കാണുന്ന ആ കൊന്നപ്പൂവിനെക്കുറിച്ച് എഴുതുമ്പോഴാണ് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ പാശ്ചാത്യ സാഹിത്യത്തെ അപ്പാടെ അനുകരിക്കുന്നതിനുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ട് ഇരുന്നത്. അതിൻ്റെ ഫലം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതവുമായി, നമ്മുടെ സംസ്കാരവുമായി, നമ്മുടെ രക്തവും മജ്ജയും മാംസവുമായി ബന്ധമില്ലാത്ത ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ ആ സാഹിത്യം ക്രമേണ ജനങ്ങളിൽ നിന്ന് അന്യമായി തീർന്നു എന്നതാണ് വസ്തുത. ഈ ദസ് കെ എസ്കേപ്ഡ് ഫ്രം ഓൾ ലൈറ്റ്സ് ആൻഡ് കളേഴ്സ് ഓഫ് ദ വേൾഡ് എന്ന് കാഫ്ക എഴുതിയപ്പോൾ അതിൻ്റെ ദുർബലമായ മലയാള അനുകരണം, അങ്ങനെ തൻ്റെ 14-ാമത്തെ വയസ്സിൽ ലോകത്തിലെ വെളിച്ചത്തിൽ നിന്നും വർണ്ണങ്ങളിൽ നിന്നും വിമുക്തനായി എന്ന്
മലയാളത്തിൽ ആഘോഷിക്കപ്പെട്ട ഒരു സാഹിത്യകാരൻ അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയിൽ തർജ്ജിമ ചെയ്തു വെച്ച കാര്യവും നമ്മൾ ഒരു കൗതുകത്തിന് വേണ്ടി ഓർക്കാവുന്നതാണ്. അങ്ങനെ തർജ്ജിമ ചെയ്ത് വെക്കുമ്പോൾ ഇതൊരു മോഷണമാണ് എന്ന് പറയാൻ അദ്ദേഹം തയ്യാറായില്ല. കാരണം താൻ കാഫ്കയേക്കാൾ വലിയ എഴുത്തുകാരനാണ്, തനിക്ക് മുൻപ് ഇങ്ങനെ ഒരു തത്വം കാഫ്കക്ക് തോന്നിപ്പോയി എന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് കരുതാനും അങ്ങനെ ആളുകളെ കൊണ്ട് വിശ്വസിപ്പിക്കാനും ശ്രമിച്ചവരുണ്ടായിരുന്നു. ആ കാലത്താണ് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മലയാളികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കർമ്മ പശ്ചാത്തലത്തിൽ, നമ്മുടെ ജീവിത പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ആഖ്യാനം ചെയ്യേണ്ടത് എന്ന ബോധ്യത്തോടു കൂടി സുരേഷ് ബാബു അദ്ദേഹത്തിൻ്റെ കഥകൾ എഴുതിയത് എന്നതാണ് ഈ പുസ്തകത്തെ ആകർഷകമാക്കുന്ന ഘടകങ്ങളിൽ ഒന്ന്. അതിനെക്കുറിച്ച് സവിസ്തരം തന്നെ ഒരു നല്ല അവതാരിക പ്രൊഫസർ ജോർജ് ഓണക്കൂർ എഴുതിയിട്ടുണ്ട്. ഈ മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും ഒരു ദുർഗതിയായിട്ട് അതിനെ പലപ്പോഴും നമുക്ക് കാണേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഒന്നുകിൽ യൂറോപ്യൻ എഴുത്തുകാരൻ, അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാർ. യൂറോപ്പിൻ്റെയോ ലാറ്റിൻ അമേരിക്കയുടെയോ എഴുത്തുകാർ എഴുതിയിരിക്കുന്ന ജീവിതത്തെയും വിശ്വാസത്തെയും അപ്പാടെ എടുത്തുകൊണ്ട് അതാണ് ലോക സാഹിത്യം എന്ന് പ്രചരിപ്പിക്കുകയും ആ പ്രചാരവേലയിൽ അകപ്പെട്ടു പോവുകയും ചെയ്യുന്ന ധാരാളം പേരുണ്ട്. വായനക്കാരുമുണ്ട്, എഴുത്തുകാരുമുണ്ട്. ഇന്നും അതിനൊരു കുറവുണ്ട് എന്ന് കരുതുന്നില്ല. അന്ന് കാഫ്ക ആയിരുന്നെങ്കിൽ ഇന്നും വേറൊരാളായിരിക്കാം. അന്ന് ഇത് കാസിലായിരുന്നെങ്കിൽ, അന്ന് ഔട്ട്സൈഡർ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അന്ന് സാർത്രയുടെ നോഷി ആയിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ 100 Years of Solitude-ഉം നോ വൺ റൈറ്റ്സ് ടു കേണലും ഓട്ടം ഓഫ് ദ പാട്രിയാർക്കും ഒക്കെ ആയിരിക്കാം വരിക. ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസ് ആണ് ലോകത്തിൻ്റെ ദർശനം, ലോകത്തിൻ്റെ ശക്തി കേന്ദ്രം എന്നൊക്കെ സാഹിത്യത്തിലെ ശക്തി കേന്ദ്രം എന്നൊക്കെ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും പറയുകയും ചെയ്തവരുണ്ടായിരുന്നു. അങ്ങനെ എഴുതിയാലേ സാഹിത്യമാകൂ എന്ന് കരുതിയിരുന്നു. ഒരുപക്ഷെ ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസിന് അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യത്തിൽ, അദ്ദേഹം ജനിച്ച ജീവിത സാഹചര്യത്തിൽ നിന്ന് സ്വാഭാവികമായി രൂപം കൊണ്ട ജീവിതത്തിലെ സന്ദർഭങ്ങളെയും കഥകളെയും ഒക്കെ ആവിഷ്കരിക്കുമ്പോൾ അദ്ദേഹം അവലംബിച്ച ശൈലി നന്നായിരിക്കാം. അത് മോശമാണെന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷെ അതാണ് ലോകത്തിലെ എക്കാലത്തെയും സാഹിത്യത്തിൻ്റെ ശൈലി എന്ന് പറഞ്ഞാൽ അതിനോട് വിയോജിക്കാനേ പറ്റൂ എന്നുള്ളതാണ് വസ്തുത. കാരണം ഇതൊരു ജൈവരൂപമായി എഴുത്ത് രൂപപ്പെട്ടു വരുമ്പോൾ, ജൈവരൂപം എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിക്കുന്ന ചുറ്റുപാട്, അതിൻ്റെ കോണ്ടെക്സ്റ്റ്, ആ കോണ്ടെക്സ്റ്റിൽ എൻ്റെ മതമുണ്ട്, എൻ്റെ വിശ്വാസമുണ്ട്, എൻ്റെ സംസ്കാരമുണ്ട്, എൻ്റെ സംഗീതമുണ്ട്, എൻ്റെ സാഹിത്യമുണ്ട്, എൻ്റെ ചിത്രകലയുണ്ട്, എൻ്റെ ശില്പകലയുണ്ട്, എൻ്റെ ആഹാര നീഹാര രീതികളുണ്ട്. അങ്ങനെ ഞാൻ എന്തെല്ലാമാണോ അതെല്ലാം സ്വാഭാവികമായിട്ട് വന്നു ചേരുകയും അതിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന ഒരു ഭാഷാരീതി എനിക്ക് സ്വന്തമായിട്ടുണ്ടാകുകയും ചെയ്യുമ്പോഴാണ് ഒരു എഴുത്ത് എന്ന നിലക്ക് മലയാളിയുടെ എഴുത്തായി മാറുന്നത്. അത് വിസ്മരിച്ചുകൊണ്ട് മറ്റാരെങ്കിലും എഴുതേണ്ട ഒരു എഴുത്ത്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ജീവിക്കേണ്ട ഒരു ജീവിതത്തെ ഞാൻ ഇവിടെ ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൽ വലിയ അപകടം സംഭവിക്കും എന്ന വസ്തുതയും നാം മറക്കാതിരിക്കണം. ഇപ്പോൾ എഴുത്തച്ഛൻ മലയാള ഭാഷയും സംസ്കാരവും ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അന്ന് വരെ സംസ്കൃത ഭാഷയിൽ എഴുതപ്പെട്ടതും ആ ഭാഷയിലൂടെ ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും മഹത്തായ ജീവിത ദർശനങ്ങളെ മുഴുവൻ സ്വന്തം ജീവിത സാഹചര്യത്തിൽ സ്വാംശീകരിച്ചുകൊണ്ട് മലയാളിക്ക് മനസ്സിലാകുന്ന, അവൻ്റെ ഹൃദയത്തിൻ്റെ താളത്തിൽ, അവൻ എളുപ്പം ഗ്രഹിക്കത്തക്ക വിധത്തിൽ, അവൻ്റെ മജ്ജയോടും മാംസത്തോടും രക്തത്തോടും എല്ലാം സംവദിക്കത്തക്ക വിധത്തിൽ അത് ആവിഷ്കരിച്ചപ്പോഴാണ് മലയാള സാഹിത്യത്തിൻ്റെ രൂപം നാം കണ്ടത്. അങ്ങനെയാണ് എഴുത്തച്ഛൻ മലയാളി ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ പൈതൃകം പേറാനുള്ള കാരണം. സാഹിത്യത്തിൽ വിശേഷിച്ചും സംസ്കൃത സാഹിത്യത്തിൽ എഴുത്തച്ഛൻ എഴുതിയിരിക്കുന്ന എല്ലാ ആശയങ്ങളും ഉണ്ടായിരുന്നു, എല്ലാ ബിംബങ്ങളും ഉണ്ടായിരുന്നു, എല്ലാ ഇമേജുകളും ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. പക്ഷേ അതെല്ലാം എഴുത്തച്ഛൻ എഴുതിയപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ജീവിത പശ്ചാത്തലത്തിൻ്റെ ഭാഗമാക്കി അദ്ദേഹം മാറ്റിയതിൻ്റെ കാരണം അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു ജൈവരൂപമായി ആ എഴുത്ത് രൂപപ്പെട്ടതുകൊണ്ടാണ്. അങ്ങനെ ജൈവരൂപമായി മാറ്റപ്പെടുന്ന എഴുത്തിൻ്റെ അഭാവം മലയാള സാഹിത്യത്തെ തെല്ലൊന്നുമല്ല ബാധിച്ചത് എന്ന കാര്യവും നമ്മൾ ഓർക്കേണ്ടതാണ്. അതിൻ്റെയൊക്കെ ഫലമായിട്ട് എന്താണ് ഉണ്ടായത് എന്ന് വെച്ചാൽ സാഹിത്യ രൂപം തന്നെ
മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമല്ലാതെയായി മാറുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടായി എന്നുള്ളതും നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. മറ്റാരെങ്കിലുടെയും ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുവൻ അവൻ ആരുടെ ജീവിതവും ജീവിക്കാതെ പോകുന്നത് പോലെ മറ്റ് എഴുത്തുകാരുടെയോ മറ്റ് സാഹിത്യ കൃതികളെയോ ഉപജീവിച്ചുകൊണ്ട് അതാണ് ഉദാത്തമായ രീതി എന്ന് കരുതി എഴുതുന്ന ഒരാൾ എങ്ങും എത്താതെ പോകുന്നതും സ്വാഭാവികമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ആണ് സുരേഷ് ബാബുവിനെ പോലെയുള്ളവരുടെ എഴുത്തിനെ നമ്മൾ കാണേണ്ടത്. ഇതല്ല ആകർഷിച്ചത് അവരുടെ ജീവിത പശ്ചാത്തലത്തിൽ, അവരുടെ ജീവിത സാഹചര്യത്തിൽ അതിൻ്റെ പരിമിതികൾ എത്ര തന്നെയായാലും ആ പരിമിതികളെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ അതിലംഘിക്കുന്നതിന് വേണ്ടി അവർ നടത്തുന്ന ശ്രമമായി അവരുടെ സാഹിത്യം അല്ലെങ്കിൽ മാറുന്നു എന്നതാണ് സവിശേഷത. ഈ ഒറ്റമൈന എന്ന സമാഹാരത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കഥകളും ഞാൻ ഈ പറഞ്ഞ കാര്യത്തെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സുരേഷ് ബാബു മറ്റാരുടെയും ജീവിതം ജീവിക്കാത്തതുപോലെ തന്നെ മറ്റാരുടെയും സാഹിത്യം എഴുതാത്തതുപോലെ സ്വന്തം ജീവിതവും സ്വന്തം സാഹിത്യവുമാണ് എഴുതിയത് എന്നതാണ് വസ്തുത. പക്ഷേ പിന്നീട് സ്വന്തം ജീവിതം അവനവൻ ജീവിക്കുന്നത് കൊണ്ട് തന്നെ മാധ്യമപ്രവർത്തനത്തിൻ്റെ തിരക്കിലേക്ക് വന്നപ്പോൾ ഇത് എഴുതാനുള്ള കഴിവിനെ പരിപോഷിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു സർഗാത്മക സാഹിത്യ രചനയെ പരിപോഷിപ്പിക്കാൻ അദ്ദേഹത്തിന് സമയം കിട്ടാതെ പോയി എന്നുള്ളത് തീർച്ചയായും മലയാള ഭാഷാ സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടം തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യമാധ്യമ രംഗത്തെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ദൃശ്യമാധ്യമ രംഗത്തുള്ളവർക്ക് എപ്പോഴും അവർ വ്യാപരിക്കുന്ന ഒരു ചെറിയ മേഖലയ്ക്ക് അപ്പുറത്ത് എന്ത് നടക്കുന്നു എന്ന് പോലും പലപ്പോഴും അറിയാൻ കഴിയാതെ പോകുന്ന ഒരു ദുരന്തം എല്ലാ ദൃശ്യമാധ്യമ പ്രവർത്തകരുടെ ജീവിതത്തിലും ഇപ്പോഴും ഈയിടെയായി കണ്ടുവരുന്നുണ്ട്. കാരണം അത് ന്യൂസ് റൂമിനകത്തിരിക്കുന്ന ഒരാൾ അവിടെ കിട്ടുന്ന ഇൻപുട്സ് മാത്രം വെച്ചുകൊണ്ട് വാർത്തകൾ പറയുന്നത് പോലെ പുറത്തു പോകുന്ന ഒരാൾ ക്യാമറ കണ്ണുകളിലൂടെ കാണാൻ കഴിയുന്ന കാര്യങ്ങളിലൂടെ മാത്രം ലോകത്തെ അറിയാൻ ശ്രമിക്കുമ്പോൾ പറ്റുന്ന പരിമിതികൾ ഇന്നത്തെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ കൂടി ഭാഗമാണ്. അതുകൊണ്ടിപ്പോൾ ന്യൂസ് മുറിയിൽ ആ വാർത്താ മുറിയിൽ ഇരുന്നു കൊണ്ട് ലോകത്തിൻ്റെ ഗതിവിഗതികളെ കാണാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ എങ്ങനെയാകും അദ്ദേഹത്തിന് വീണ്ടും സർഗാത്മക സാഹിത്യത്തിലേക്ക് തിരിയാൻ കഴിയുക എന്ന കാര്യം വളരെ ആശങ്കാജനകമാണ്. അതിനെല്ലാം അതിലംഘിച്ചുകൊണ്ട് തുടർന്നും അദ്ദേഹം സർഗാത്മക സാഹിത്യ രചന നടത്തട്ടെ എന്നാണ് എൻ്റെ ആശംസയും പ്രാർത്ഥനയും. ഈ പുസ്തകം ശ്രദ്ധിക്കപ്പെടട്ടെ. ഗ്രന്ഥകാരനും ഇതിൻ്റെ പ്രസാധകനും ഞാൻ എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ സാദര പ്രണാമം. വളരെയേറെ സന്തോഷത്തോടെയാണ് ഈ പുസ്തക പ്രകാശന സന്ദർഭത്തിൽ ഞാൻ പങ്കെടുക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. ഏതൊരു പുസ്തകവും വായനക്കാരുടെ സദസ്സിലേക്ക് എത്തുന്നത് സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദം നിറഞ്ഞ വസ്തുതയാണ്. എന്നാൽ ഇന്നിവിടെ പ്രകാശിതമാകുന്ന പുസ്തകം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രതിഭ സുദീർഘകാലമായി എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ള ഒരാളാണ്. ജ്യേഷ്ഠ സഹോദരനായി ഞാൻ മാനിക്കുന്ന നമ്മുടെ മാധ്യമ പ്രവർത്തന മേഖലയിലെ ദീർഘകാല അനുഭവ സമ്പത്തുള്ള ശ്രീ GK സുരേഷ് ബാബുവിൻ്റെ പുസ്തകമാണ് ഇന്നിവിടെ പ്രകാശിതമാകുന്നത്. കേരളത്തിൻ്റെ സാംസ്കാരിക സമൂഹത്തെ ചിന്തിപ്പിക്കുന്ന, പ്രകോപിപ്പിക്കുന്ന നിരവധി ഈടുറ്റ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് GK സുരേഷ് ബാബു എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ കൃതികൾ വ്യാപകമായി നമ്മുടെ ബൗദ്ധിക മണ്ഡലത്തെ വളരെ ശക്തമായി സ്വാധീനിച്ചിട്ടുണ്ട്. ഭീകരവാദത്തെ കേന്ദ്രീകരിച്ച്
എഴുതപ്പെട്ട പുസ്തകമാവട്ടെ, നമ്മുടെ മാധ്യമ മേഖലയിലെ നെറുകേടുകളെ സൂചിപ്പിച്ചുകൊണ്ട് എഴുതപ്പെട്ട ലേഖനങ്ങളാവട്ടെ, ഇന്ന് അദ്ദേഹം പ്രവർത്തിക്കുന്ന ജനൻ ടി വിയിൽ അദ്ദേഹം നടത്തുന്ന വിവിധങ്ങളായ ഇടപെടലുകളാവട്ടെ പരിശോധിച്ചാൽ, ഒരു വിഷയം പഠിക്കാൻ നിശ്ചയിച്ചാൽ ആ വിഷയത്തിൻ്റെ അടിത്തട്ടിൽ വരെ ചെന്ന് അന്വേഷണാത്മക ബുദ്ധിയോടുകൂടി വ്യാപരിച്ച് ആ വിഷയത്തിൻ്റെ നിജസ്ഥിതി സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്ന ഒരു കർമ്മം ദീർഘകാലമായി ജി കെ സുരേഷ് ബാബു ശ്ലാഘനീയമായ വിധത്തിൽ നിർവഹിക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ കഥാസമാഹാരവും എന്ന് പറയാം. ഇതൊരു സർഗാത്മക സൃഷ്ടിയാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഒറ്റമൈന എന്ന ഈ പുതിയ കഥാസമാഹാരത്തിൽ 15 ചെറുകഥകളാണുള്ളത്. കോഴിക്കോട് വേദ ബുക്സ് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം, ഈ 15 ചെറുകഥകൾ തീർച്ചയായും നമ്മുടെ കഥാസാഹിത്യത്തിനൊരു മുതൽക്കൂട്ടാണ്. പുതിയ കാലഘട്ടത്തെ തിരിച്ചറിയാൻ, കഴിഞ്ഞുപോയ കാലത്തെ തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്ന 15 കഥകൾ എന്നിതിനെ വിശേഷിപ്പിക്കാം. ഈ പുസ്തകം നമ്മുടെ സുദീർഘമായ കഥന പാരമ്പര്യത്തിൻ്റെ എല്ലാ വെളിച്ചങ്ങളും സ്വീകരിക്കുന്നു എന്ന് മാത്രമല്ല, ഭാരതീയമായ ഒരു ആഖ്യാന സമ്പ്രദായത്തിൻ്റെ എല്ലാ സവിശേഷതകളും ഉൾക്കൊള്ളാനും ഈ കഥാകൃത്ത് ശ്രമിച്ചിട്ടുണ്ട്. അത് രുദിതാനുസാരിത്വം എന്ന പ്രധാനപ്പെട്ട ഗുണമാണ്. കണ്ണീരിനൊപ്പം സഞ്ചരിക്കുക എന്ന എഴുത്തുകാരൻ്റെ വലിയ കടമ നാനാവിധമായ അലങ്കോലങ്ങളാൽ വളരെ ഏറെ ക്ലേശിക്കുന്ന സമൂഹത്തിന് നേർവഴിയാകുവാൻ എഴുത്തുകാരന് ബാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളിൻ്റെ കഥകളാണിവ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സിദ്ധാന്തങ്ങളുടെ, ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ കള്ളികളിൽ ഈ കഥകളെ ഒതുക്കാനാവില്ല. ആധുനികമെന്നോ ഉത്തരാധുനികമെന്നോ ഒന്നും നമുക്ക് വിശേഷിപ്പിക്കാനാവില്ല. ഇത് സത്യസന്ധമായ കഥകളാണ്, ആത്മാനുഭൂതിയുടെ കഥകളാണ്, വികാര തീവ്രതയുടെ കഥകളാണ്, മനുഷ്യാനുഭവങ്ങളെ നിർണയിക്കുന്ന വിവിധങ്ങളായ രസങ്ങളുടെ മിശ്രിതമാണ്. അടിസ്ഥാനപരമായി കഥകൾ സംസാരിക്കുന്നത് മാനുഷികത എന്ന വിഷയത്തെക്കുറിച്ചാണ്. അനാഥത്വത്തെക്കുറിച്ച്, ഒറ്റപ്പെടലുകളെക്കുറിച്ച്, പ്രണയത്തെക്കുറിച്ച്, മനുഷ്യ സമൂഹം ഇന്ന് നേരിടുന്ന ആഗോളീകരണം അടക്കമുള്ള വിപത്തുകളെക്കുറിച്ച് ഒക്കെ നമ്മെ ബോധ്യപ്പെടുത്തുന്ന കഥകളാണ്. ഇടയ്ക്ക് കണ്ണീരുപ്പ് പുരട്ടാതെ എന്തിനു ജീവിത പലഹാരം എന്ന് ചോദിച്ച എടശ്ശേരിയെ ഓർമ്മിപ്പിക്കുന്ന കഥകളും ഈ കൂട്ടത്തിലുണ്ട്. ഓരോ കഥകളെയും വിശകലനം ചെയ്ത് സംസാരിക്കേണ്ട സന്ദർഭമല്ലിത്. എങ്കിലും ഈ പുസ്തകം അടിസ്ഥാനപരമായി ദുരൂഹതയില്ലാതെ, അകൃത്രിമമായി, അത്യന്തം സ്വാഭാവികമായി, രസകരമായ വിധത്തിൽ, വായനക്കാരുടെ ജിജ്ഞാസയെ വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ കഥയുടെ ഒരു പുതിയ രസക്കൂട്ട് ആവിഷ്കരിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ മഹാമാരിയുടെ കാലത്ത് ഈ സമാഹാരത്തിൻ്റെ വായന തീർച്ചയായും മനുഷ്യരാശിയെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷകൾ എന്നിൽ ജനിപ്പിച്ചു എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരുണ്യ ഭരിതമായ മനസ്സോടെ പ്രവർത്തിക്കുന്ന ധാരാളം ആളുകളെ ഈ കഥകളിൽ കാണാം. മനുഷ്യപ്പറ്റുള്ള കഥാപാത്രങ്ങളെ കാണാം. കാപട്യത്തിനെതിരെ ശക്തമായി നീങ്ങുന്ന കഥാപാത്രങ്ങളെ കാണാം. അങ്ങനെ ജീവിത വീക്ഷണം, ദുഃഖസാന്ദ്രമായ ലോകത്തും ശുഭപ്രതീക്ഷയുടേതായ ഒരു ജീവിത വീക്ഷണം ഉയർത്തിപ്പിടിക്കുവാൻ ജി കെ സുരേഷ് ബാബുവിന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ഈ കഥകളുടെ വലിയ സവിശേഷതയായിട്ട് ഞാൻ നോക്കിക്കാണുന്നത്. പ്രവാഹാത്മകമായ ഭാഷ, സർഗാത്മകതയുടെ വീണ്ടെടുപ്പുള്ള കഥ, അതിസാങ്കേതികത കൊല്ലാത്ത ശുദ്ധമായ കഥകൾ. ഞാൻ ഓർക്കുന്നു, അനുരാധ പറഞ്ഞ വഴി എന്ന കഥ മറക്കാനാവാത്ത കഥയാണ്. ആ കഥയിലെ സജിത്തിനെയും അനുരാധയെയും, അനുരാധയുടെ അമ്മയുടെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന ആ മംഗല്യസൂത്രത്തെയും നമുക്ക് മറക്കാനാവുമോ? പ്രണയത്തിൻ്റെ പരിവേഷത്തിൽ ആരംഭിച്ച് ഉദാത്തമായ സാഹോദര്യ ബന്ധത്തിലേക്ക് നീങ്ങുന്ന അനുരാധയുടെയും ആ സജിത്തിൻ്റെയും ജീവിതം, അത് നമുക്ക് വലിയ പ്രതീക്ഷയായിട്ട് നിൽക്കുകയാണ്.
അതോടൊപ്പം ഈ കഥയിലെ അടക്കം നിരവധി കഥകളിൽ വരുന്ന പ്രകൃതി വർണ്ണനകൾ അത്യന്തം സ്വാഭാവികമാണ്. ഒറ്റമൈന എന്ന കഥയിലെ അനാഥത്വം, അനാഥ ബാല്യം, തമിഴന്മാരുടെ കയ്യിൽ അകപ്പെട്ട ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തുന്ന ഒരു അമ്മ, പിന്നീട് ഒരു നിർണായക സന്ദർഭത്തിൽ തൻ്റെ കുട്ടിയല്ലെന്ന് തിരിച്ചറിഞ്ഞ് ആ കുട്ടിയെ ഉപേക്ഷിക്കുമ്പോൾ ആ കുട്ടി അപ്പു തൻ്റെ അമ്മയെക്കുറിച്ച്, തൻ്റെ അച്ഛനെക്കുറിച്ച് ഓർക്കുന്ന ദുഃഖത്തിൻ്റെ കരിനീല തടാകത്തിൽ പാകപ്പെടുത്തിയ കഥയാണ് ഒറ്റമൈന. മുച്ചക്രമുള്ള സൈക്കിൾ എന്ന കഥയിലെ കൃഷ്ണേട്ടനെ മറക്കാനാവുമോ? ആ കൃഷ്ണേട്ടന് നേരിടേണ്ടി വന്ന വലിയ അവഗണനയെക്കുറിച്ച് നമുക്ക് വേദന ഉണ്ടാവും. ഒറ്റച്ചക്രമുള്ള സൈക്കിൾ ബിംബ സ്വഭാവമുള്ള കഥയാണ്. കുൻകുന്നമർക്കിയുടെ ശബ്ദിക്കുന്ന കലപ്പയിലെ ആ ചുക്കിലി പിടിച്ച ആ കലപ്പ പോലെ മുച്ചക്രമുള്ള സൈക്കിൾ നമ്മളെ മറക്കാതെ വേട്ടയാടും. ഓണപ്പുടവ എന്ന കഥ ഞാൻ ഓർക്കുകയാണ്. നിസ്സയായ ദേവകിയേട്ടത്തി ഓണപ്പുടവ ലഭിക്കാതെ പോകുമ്പോൾ വീട്ടാക്കടമയെ മമ ജന്മം എന്ന് നമ്മുടെ ഒരു കവി സൂചിപ്പിച്ചതുപോലെ വീട്ടാക്കടമായി ആ ജന്മം അവസാനിക്കുക. അങ്ങനെ സ്നേഹഛായയാവട്ടെ, അച്ഛനാവട്ടെ, അമ്മയാവട്ടെ, ബംഗാനപ്പള്ളി അമ്മായിയാവട്ടെ, 1-ാം നമ്പറിലെ പാട്ടിയാവട്ടെ, നിറം തേടുന്ന നിഴലുകളാവട്ടെ, ഊഴമാവട്ടെ, പട്ടുചേലയാവട്ടെ, വസൂരി വിത്താവട്ടെ, അമ്പലക്കള്ളനാവട്ടെ, കോർപ്പറേറ്റ് മാനേജ് എന്ന കഥയാവട്ടെ, ആ കഥയൊക്കെ ആത്മാനുഭൂതിയുടെ, വികാരപരതയുടെ സത്യസന്ധമായ ചിത്രീകരണമാണ്. തീർച്ചയായും നല്ലൊരു കഥാകൃത്ത് GK സുരേഷ് ബാബുവിലുണ്ട് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഈ കഥകൾ വ്യാപകമായി വായിക്കട്ടെ. സഹൃദയ സദസ്സ് ഇതിനെ ഇരുകൈയും നീട്ടി സ്വീകരിക്കട്ടെ. ഈ കഥകൾ നമ്മുടെ ജീവിതത്തിലേക്കുള്ള ജാലകങ്ങളായി തീരട്ടെ. നഷ്ടപ്പെട്ടു പോകുന്ന മാനുഷികതയെ വീണ്ടെടുക്കാനുള്ള വലിയ സാംസ്കാരിക പ്രബുദ്ധതയുടെ രൂപമായി ഈ കഥകൾ മാറിത്തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ജ്യേഷ്ഠ സഹോദരൻ്റെ ബഹുകാര്യ വ്യഗ്രമായ ജീവിതത്തിലും ഇനിയും കഥകൾ പൂത്ത് തളിർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം. എല്ലാവർക്കും സാദര നമസ്കാരം. പ്രശസ്ത പത്രപ്രവർത്തകനും കോളമിസ്റ്റും ജനം ചാനലിൻ്റെ മുഖ്യ പത്രാധിപരും ആയ GK സുരേഷ് ബാബുവിൻ്റെ പ്രഥമ കഥാസമാഹാരം ഒറ്റമൈന വേദ ബുക്സിലൂടെ പ്രകാശിതമാവുകയാണ്. GK സുരേഷ് ബാബു എന്ന പ്രതിഭയെ പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിലാണ് കേരളം അറിയുന്നത്. അതിനപ്പുറത്ത് അദ്ദേഹം സർഗസാഹിത്യത്തിൽ നിഷ്ണാതനായിരുന്നു എന്ന് വായനക്കാരൻ അറിയാൻ പോവുകയാണ്. അതും ചെറുകഥ എന്ന സാഹിത്യ ശാഖയിലൂടെ അദ്ദേഹം തൻ്റെ സർഗാത്മക സാഹിത്യത്തിൻ്റെ ഇടപെടൽ ശക്തി തെളിയിക്കുകയാണ്. മലയാള കഥാലോകത്തിലേക്ക് നവാഗതനായി വരുന്ന ശ്രീ GK സുരേഷ് ബാബുവിന് എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. GK സുരേഷ് ബാബുവിനെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഞാൻ ഏറെ അടുത്ത് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക ഗ്രന്ഥലോകത്തെ ശക്തിയും ഇടപെടലുകളുമെല്ലാം നമുക്കറിയുന്നതാണ്. പക്ഷെ സർഗാത്മക സാഹിത്യവും വൈജ്ഞാനിക സാഹിത്യവും ഒരുപോലെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. വൈജ്ഞാനിക സാഹിത്യത്തില്, പത്രപ്രവർത്തനത്തില് അദ്ദേഹം വ്യാപൃതനാകുമ്പോഴും അദ്ദേഹത്തിനൊരു സർഗാത്മക സാഹിത്യകാരൻ ഒളിഞ്ഞിരുന്നു എന്ന് നമ്മൾ അറിയാൻ വൈകിപ്പോയി എന്നതാണ്. ഈ ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ അദ്ദേഹം തന്നെ അത് വെളിപ്പെടുത്തുന്നുണ്ട്. പത്രപ്രവർത്തകന്റെ തിരക്കിനിടയിൽ അദ്ദേഹത്തിന് സർഗാത്മക സാഹിത്യത്തിലേറെ വ്യാപരിക്കാൻ കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം പരിതപിക്കുന്നുണ്ട്. വൈകിയാണെങ്കിലും അദ്ദേഹത്തിന്റെ കടന്നുവരവ് മലയാള സാഹിത്യത്തിന് നിശ്ചയമായും ഒരു മുതൽക്കൂട്ടാകും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. മലയാളത്തിന്റെ അല്ലെങ്കിൽ ഭാരതത്തിന്റെ സാഹിത്യ ചരിത്രം പരിശോധിക്കുമ്പോൾ കഥകൾ നമുക്ക് പുത്തരിയല്ല. ലോകമുണ്ടായ കാലം മുതൽ ഗോത്ര സമൂഹങ്ങളിൽ വരെ നമുക്ക് ഈ കഥന കലയുടെ
പരിണാമം നമുക്ക് കാണാൻ സാധിക്കും. എന്തിനാണ് മനുഷ്യൻ കഥ പറയുന്നത്? വിശ്രാന്തി വേളകളിൽ ആനന്ദം കണ്ടെത്തുവാൻ വേണ്ടി മാത്രമല്ല. കഥകളെല്ലാം ജീവിതവും ജീവിത പാഠങ്ങളുമാണ്. വിശ്രാന്തി വേളകളിലെ നേരമ്പോക്കല്ല കഥ എന്ന് പറയുന്നത്. അതിനപ്പുറത്ത് ചരിത്രപരമായ ഒരു ദൗത്യം കഥകൾക്ക് നിർവഹിക്കാനുണ്ട് എന്നുള്ളതാണ് സത്യം. മലയാള ചെറുകഥാ സാഹിത്യം പരിശോധിച്ചാൽ നമ്മുടെ സാഹിത്യകാരന്മാര്, വിമർശകന്മാര്, നിരൂപകന്മാര് എല്ലാം പറയും അത് പാശ്ചാത്യ കലാരൂപമാണ്, സാഹിത്യ രൂപമാണ് ചെറുകഥ എന്ന്. ഞാനത് അംഗീകരിക്കുവാൻ കുറച്ച് വൈമുഖ്യം കാണിക്കുകയാണ്. കാരണം കഥന കലയുടെ പാരമ്പര്യം ഭാരതത്തിൽ രൂപപ്പെട്ടതാണ്. ഭാരതത്തിന്റെ വളരെ പ്രാചീനമായ നമ്മളുടെ സാഹിത്യങ്ങളൊക്കെ പരിശോധിച്ചാൽ അതിനകത്തല്ല വൈദിക ഗ്രന്ഥങ്ങളിൽ തൊട്ട് നമുക്ക് ഈ കഥന കലയുടെ പാരമ്പര്യം കാണാൻ സാധിക്കും. ഉപനിഷത്തുകളൊക്കെ സത്യത്തില് തത്വ സംവേദനത്തിന് വേണ്ടി അവലംബിച്ച മാർഗം കഥന കലയുടേതാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ പഞ്ചതന്ത്രം പോലെയുള്ള കഥകൾ ഇതെല്ലാം ഭാരതത്തിന്റെ സംഭാവനയാണ്. ആ പഞ്ചതന്ത്രത്തിന്റെ തന്നെ ഒരു രൂപാന്തരമാണ് ഈസോപ്പ് കഥകളും ഒക്കെ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ മനുഷ്യൻ ഉണ്ടായ കാലം മുതലുള്ള ഒരു സാഹിത്യ രൂപമാണ്, അല്ലെങ്കിൽ ഒരു കലാരൂപമാണ്. അതൊരു പക്ഷേ വായ്മൊഴിയായിരുന്നിരിക്കാം. അതിന്റെ ലിഖിത രൂപം 18 പുരാണങ്ങളിലൂടെ ഭാരതത്തിൽ എല്ലാം കഥകളല്ലേ, കഥകളിലൂടെയല്ലേ തത്വസംവേദനം നടന്നത്. അപ്പൊ 18 പുരാണങ്ങളായിട്ട്, ഇതിഹാസങ്ങളായിട്ട്, ഇപ്പൊ മഹാഭാരതവും രാമായണവും ഒക്കെ പറയാൻ ശ്രമിക്കുന്ന ഇതിവൃത്ത ഭൂമിക, അത് എത്ര ബൃഹത്തും മഹത്വമായ മനുഷ്യ ജീവിതത്തിന്റെ സങ്കീർണതകളെയാണ് അവിടെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ ചെറുകഥ എന്ന ഈ സാഹിത്യരൂപം, ആധുനിക ചെറുകഥയുടെ മുഖം വളരെയേറെ പരിവർത്തനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. അതിൽ പാശ്ചാത്യ സാഹിത്യത്തിന്റെ സംഭാവനയെ നമുക്ക് ഒട്ടും കുറച്ച് കാണാൻ സാധ്യമല്ല. ഇന്ന് നാം കൊണ്ടാടുന്ന ആധുനിക ചെറുകഥ എന്ന് പറയുന്നത് അത് പാശ്ചാത്യ ലോകത്ത് നടന്ന പല പരീക്ഷണങ്ങളുടെയും അനുകരണങ്ങളാണ് മലയാളത്തിൽ ഉണ്ടായത് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അപ്പൊ മലയാള ചെറുകഥയുടെ ചരിത്രവും ഒന്നും ഞാൻ വിശദമായിട്ട് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ചെറുകഥയുടെ ശക്തി എന്താണ്? ചെറുകഥ ചെറിയ കഥയല്ല. ചെറിയ ക്യാൻവാസിൽ വലിയ കാര്യങ്ങൾ പറയുന്നതാണ് ചെറുകഥ. എനിക്ക് തോന്നുന്നു ചെറുകഥയുടെ സമാനമായ സാഹിത്യ രൂപം എന്ന് പറയുന്ന കവിതയാണ്. ഗദ്യരൂപത്തിലുള്ള കവിതയാണ് കഥ എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയൊന്നുമില്ല. പക്ഷേ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, ഇപ്പൊ ഒരു പത്രാധിപരായി കൂടി പ്രവർത്തിക്കുന്നത് കൊണ്ട് ഞാനൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രശ്നം നല്ല കഥകൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. ക്രാഫ്റ്റ് എന്താണ് എന്നറിയില്ലാത്ത, അല്ലെങ്കിൽ കഥന കലയുടെ ഘടന എന്താണ് എന്ന് മനസ്സിലാക്കാത്ത നിരവധി വ്യാജന്മാരുടെ വിഹാര രംഗമായി മാറിയിരിക്കുകയാണ് മലയാളത്തിന്റെ ചെറുകഥാ സാഹിത്യം എന്ന് ഖേദപൂർവ്വം പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ കഥന കലയുടെ ആ ശൈലി എന്താണ്, അതിൻ്റെ ക്രാഫ്റ്റ് എന്താണ് എന്ന് തികച്ചും കൈയടക്കമുള്ള ഒരു കഥാകാരനാണ് GK സുരേഷ് ബാബു എന്ന് പറയേണ്ടി വരുന്നു. ഇത് നല്ല എഴുതി തഴക്കം വന്ന ഒരാൾക്ക് മാത്രമേ ഇത്ര ക്രാഫ്റ്റ് ഒപ്പിച്ച്, അതിന്റെ കഥന ശില്പം ഒപ്പിച്ച് കഥ എഴുതാൻ സാധിക്കൂ. എനിക്ക് തോന്നുന്നു അദ്ദേഹം വളരെ മുന്നേ തന്നെ കഥകൾ എഴുതിയിരുന്നു. അത് ഒരുപക്ഷെ വെളിച്ചം കാണാൻ വൈകിപ്പോയതായിരിക്കും. അതുകൊണ്ടാണ് ഇത് ഈ ഗ്രന്ഥം തന്നെ, ഈ ഒറ്റമൈന തന്നെ 15 കഥകളാണ്. സാമാന്യം വലിയ കഥാസമാഹാരമാണിത്. 15 കഥകളാണ്. ഞാൻ ഈ കഥകളിലൂടെയെല്ലാം പോയി. ഈ കഥകളിലൂടെയൊക്കെ പോയപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ കരുതുകയാണ്, ഇപ്പൊ ഒരു ആധുനിക കാല കഥകളുടെ ലക്ഷണങ്ങളൊന്നും അല്ല പലപ്പോഴും ഈ കഥകളിൽ കാണുന്നത്. പക്ഷെ ജീവിത ഗന്ധിയാണെന്ന് പറയേണ്ടി വരും. പക്ഷെ ഇന്ന് ആധുനിക കാല കഥകൾ എന്ന പേരിൽ ഇറങ്ങുന്നത് പലതും വ്യാജ നിർമ്മിതിയാണെന്ന് നമുക്കറിയാം. പറയാനൊന്നുമില്ലാത്ത പല കഥാകാരന്മാരും എന്തെങ്കിലും പറയാൻ വേണ്ടി എഴുതുന്ന കഥകൾ, കഥാരൂപങ്ങളിൽ അത് ആധുനികമാണ്, ഉത്തരാധുനികമാണ് എന്നൊക്കെയുള്ള ലേബലൊട്ടിച്ചു വരുന്ന പല കഥകളും കഥകളേയല്ല. ഒന്നും പ്രത്യേകിച്ച് ആസ്വാദകനുമായി
കൺവേ ചെയ്യാൻ സമ്മതിക്കാനില്ലാത്ത കഥാകാരന്മാരുടെ ബഹളമാണ് ഇന്ന് മലയാള കഥാലോകത്ത് നടക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം OV വിജയനെ പോലെയൊക്കെയുള്ള കഥാകാരന്മാർ, അദ്ദേഹം ഒരു ചെറുകഥാകാരൻ എന്നുള്ള നിലയ്ക്ക് അധികം എഴുതിയിട്ടില്ല. പക്ഷെ ഒറ്റ കഥ മതിയല്ലോ. ഇപ്പൊ കടൽ തീരത്ത് എന്ന് പറയുന്ന ആ കഥയിലെ വെള്ളായപ്പനെ മലയാള സാഹിത്യം ഉള്ള കാലത്ത് മറക്കുമോ? സ്വന്തം മകനെ ജയിൽ ശിക്ഷ കിട്ടി തൂക്കുകയറിന് വിധിക്കപ്പെട്ട ആ മകനെ കാണാൻ വേണ്ടി അവന്റെ അമ്മ നൽകിയ ഒരു പൊതിച്ചോറുമായി പോകുന്ന വെള്ളായപ്പൻ അവസാനം ആ പൊതിച്ചോറ് കൈമാറാൻ കഴിയാതെ ആ കടൽ തീരത്ത് ആ പൊതിച്ചോറ് സർവചരാചരങ്ങൾക്കുമുള്ള തർപ്പണം പോലെ സമർപ്പിച്ച് മടങ്ങി വരുന്ന ആ വെള്ളായപ്പൻ ഒരു ആശയ പ്രപഞ്ചം, ഒരു കൊച്ചു കഥയിൽ മനുഷ്യന്റെ അതിസങ്കീർണമായ മനോവ്യാപാരങ്ങളുടെ, ദുഃഖങ്ങളുടെ, പ്രണയങ്ങളുടെ, പ്രതികാരത്തിന്റെ ഒക്കെ എത്ര സൂക്ഷ്മമായ ആവിഷ്കാരമാണ് ചെറുകഥാലോകം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഒരു വെള്ളായപ്പൻ, ഇപ്പൊ ടി പത്മനാഭൻ മലയാള കഥാലോകത്തെ പെരുന്തച്ഛനാണെന്ന് നമുക്കറിയാൻ സാധിക്കും. ടി പത്മനാഭന്റെ ഏറ്റവും പുതിയ കഥാസമാഹാരം പോലും നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അതിലെ ചില കഥാപാത്രങ്ങൾ പട്ടിയും പൂച്ചയും ഒക്കെയാണ്. പട്ടിയെയും പൂച്ചയെയും ഒക്കെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് കഥ എഴുതാനുള്ള ധൈര്യം, അത് നമുക്ക് നമ്മളുടെ തകഴി ശിവശങ്കരപ്പിള്ളയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന് പറയുന്ന കഥയിലാണെങ്കിലും ആ കഥയിൽ ഒരു പട്ടിയാണല്ലോ മുഖ്യ കഥാപാത്രം എന്ന് പറയുന്നത്. പക്ഷെ ആ പട്ടിയിലൂടെ പറയാൻ കഥാകാരൻ ശ്രമിക്കുന്നത് പ്രപഞ്ചത്തിന്റെ ശാശ്വതമായ മാനവിക മൂല്യങ്ങളാണ് ആ കഥയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ സന്തോഷിച്ചിക്കാനത്തിന്റെ ഒരു കഥ മലയാള കഥാ ലോകത്ത് അടുത്ത കാലത്ത് ഇറങ്ങിയെന്ന് പറയാൻ സാധിക്കുന്ന ഒരു ലക്ഷണമൊത്ത കഥയാണ് ബിരിയാണി എന്ന പേരിൽ. ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു കഥയാണ്. പക്ഷെ ആ ബിരിയാണി ബസുമതി എന്ന അരി കൊണ്ടുണ്ടാക്കുന്ന ആ ബിരിയാണി പാഴായിട്ട്, വലിയ സദ്യയില് പാഴായിട്ട് അത് കുഴിയെടുത്ത് മൂടുന്ന ബംഗാളി, ഒരു ഉത്തര ഭാരതീയൻ, അത് ആ മണ്ണിൽ ഇങ്ങനെ ആ ബിരിയാണി ചോറ് മൂടുമ്പോൾ അതിന്റെ ആ നെയ്യ് കാലിൽ പുരളുമ്പോൾ അയാളുടെ ചിന്ത അയാളുടെ മകളിലേക്ക് പോവുകയാണ്. ഒരു നേരത്തെ ആഹാരം കിട്ടാതെ, ഒരു പിടി ചോറുണ്ണാൻ കഴിയാതെ മരിച്ചുപോയ സ്വന്തം മകളെ കുഴിച്ചിടുന്ന ഓർമ്മയാണ് ആ ബിരിയാണി എന്ന് പറയുന്ന കഥയിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എത്ര ഉദാത്തമായ മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നത്തിലേക്കാണ് ഒരു കൊച്ചു കഥ ഊളിയിടുന്നത്. അപ്പൊ ഇത്തരമുള്ള വലിയ വലിയ കഥാകാരന്മാരും കഥാസന്ദർഭങ്ങളും ഒക്കെ നിറഞ്ഞാടുന്ന മലയാള കഥാലോകത്തേക്കാണ് GK സുരേഷ് ബാബു കടന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ കഥകളും സമാനമായ പ്രശ്നങ്ങളാണ് കൈകാര്യം ചെയ്യുന്നതും. എല്ലാ കഥകളും മനുഷ്യന്റെ സങ്കീർണമായ വികാര വിചാരങ്ങളെ തന്നെയാണല്ലോ പ്രതിപാദിക്കുന്നത്. അദ്ദേഹത്തിന്റെ കഥകളും ഈ കഥകളിൽ 15 കഥകളിൽ മിക്ക കഥകളിലും ആവർത്തിച്ചു വരുന്നത് ഒറ്റപ്പെടലിന്റെ അല്ലെങ്കിൽ അനാഥത്വത്തിന്റെ ഒക്കെ ഇതിവൃത്തങ്ങളാണ്. മനുഷ്യൻ എന്തെല്ലാം നേടിയാലും വെട്ടിപ്പിടിച്ചാലും അവൻ ഒറ്റപ്പെട്ടു പോകുന്ന മുഹൂർത്തങ്ങളുണ്ട്. അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു അനാഥത്വം ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ആ അനുരാധ പറഞ്ഞ വഴി എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ച ഒരു കഥയാണ്. അതൊരു ഭഗ്ന പ്രണയത്തിന്റെ കഥയാണ്. അനുരാധ എന്ന് പറയുന്ന സഖപാഠിയിൽ അനുരാഗം ഉദിക്കുന്ന കഥാനായകൻ അവളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് എത്തുകയാണ്. ആ വീട്ടിലേക്കുള്ള വഴി അവൾ പറഞ്ഞു കൊടുക്കുന്ന ആ വഴിയിലൂടെ ആ ഗ്രാമപ്രദേശത്തിലേക്ക് അയാൾ കടന്നു ചെല്ലുന്നു. അവളുടെ അമ്മയോട് മകളെ കല്യാണം കഴിച്ച് തരണം എന്ന് പറയുമ്പോൾ ആ അമ്മ സന്തോഷത്തോടു കൂടി സമ്മതിക്കേണ്ടതാണ്. പക്ഷേ കഥാനായകന്റെ സ്ഥലവും പരിസരവും ബന്ധുബലവും ഒക്കെ അന്വേഷിച്ചു വരുമ്പോൾ അമ്മ ആദ്യം വിവാഹം കഴിച്ച് ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഉപേക്ഷിച്ചു പോരേണ്ടി വന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മകനാണ്. ഒരുപക്ഷെ ശാരീരികമായ ഒരു ബന്ധം പോലും അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ വകയിൽ നിന്റെ പെങ്ങളാണ് നീ പ്രേമിക്കുന്നത് എന്ന ഒറ്റ കാരണത്താൽ ആ വിവാഹം നടക്കാതെ പോവുകയാണ്. പക്ഷേ ആ ഭഗ്ന പ്രണയം അല്ലെങ്കിൽ ആ പ്രണയഭംഗം അവിടെ അവസാനിക്കുകയല്ല. അതൊരു മധുരമുള്ള നൊമ്പരമായി അയാളുടെ മനസ്സിൽ നിൽക്കുന്നു. രണ്ടുപേരുടെയും മനസ്സിൽ നിൽക്കുന്നു. രണ്ടുപേരും വേറെ വിവാഹം കഴിക്കുന്നു. അതിനുശേഷവും ആ അനുരാധ അവളുടെ മകളുടെ വിവാഹം ക്ഷണിക്കുന്നു. അയാൾ ആ വിവാഹത്തിന് പോകുന്നതിൻ്റെ ഒരു ഓർമ്മ പോലെയാണ് ഈ കഥ. അതിൻ്റെ ആ കഥന ശില്പത്തെ ഞാൻ അംഗീകരിക്കുകയാണ്. അനുരാധ പറഞ്ഞ വഴി
എന്നതുപോലെ തന്നെ അച്ഛൻ എന്ന് പറയുന്ന ആ കഥ, കഷ്ടപ്പെട്ട് മകനെ പഠിപ്പിക്കുന്ന ഒരു സ്കൂൾ അധ്യാപകൻ, ആ സ്കൂൾ അധ്യാപകൻ മകനെ പഠിപ്പിച്ച് അവസാനം അവന്റെ പെങ്ങളുടെ കല്യാണത്തിന് വേണ്ടി കുടുംബം വീട് വരെ വിൽക്കേണ്ടി വരുന്നു. അവസാനം മകന്റെ ഭാര്യ വീട്ടിൽ താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവിടെ ഉണ്ടാകുന്ന കുടുംബ പ്രശ്നങ്ങൾ, ഒടുക്കം ഭാര്യയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അച്ഛനെ ഗുരുവായൂർ കൊണ്ടുപോയി നടതള്ളേണ്ടി വരുന്ന ആ ഒരു സങ്കീർണമായ മനോവ്യാപാരത്തിന്റെ ഉടമയായി മാറുന്ന മകൻ, കുറ്റബോധം കൊണ്ട് അച്ഛനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അച്ഛൻ ഒടുക്കം ആ അമ്പലനടയിൽ കിടന്ന് മരിക്കുന്ന ആ സ്ഥിതി. ഇങ്ങനെ മനുഷ്യന്റെ സങ്കീർണമായ പ്രശ്നങ്ങളാണ് ഈ കഥയിൽ പ്രതിപാദിക്കുന്നത്. ബംഗാനപ്പള്ളിയിലെ അമ്മായി ഇതിലേറ്റവും ഞാൻ ശ്രദ്ധിച്ച ഒരു കഥയാണ്. ബംഗാനപ്പള്ളിയിലെ അമ്മായി ആന്ധ്രാപ്രദേശിലേക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്ന ഒരു സ്ത്രീ 6 വർഷങ്ങൾക്ക് ശേഷം സ്വന്തം വീട്ടിലേക്ക്, കേരളത്തിലേക്ക് മടങ്ങി വരികയാണ്. എന്താണ് ബംഗാനപ്പള്ളിയിലെ അമ്മായി വിവാഹിതയായ ശേഷം ഓണത്തിന് നാട്ടിലേക്ക് വരുമ്പോൾ അവിടുത്തെ മാമ്പഴവും മാങ്ങാത്തെരളിയും ഒക്കെ ആയിട്ട് വന്നുകൊണ്ടിരുന്ന ആ ബംഗാനപ്പള്ളിയിലെ അമ്മായിയെ ഇവിടെ ഈ ഒരു കുട്ടി ഇങ്ങനെ ഓർമ്മയിൽ ഇരിക്കുകയാണ്. അവസാനം വർഷങ്ങൾക്ക് ശേഷം അവരുടെ ഗൃഹസ്ഥ ജീവിതം മതിയാക്കി മടങ്ങി വരാൻ എന്താ കാരണം? അവിടെ അവരുടെ ഭർത്താവിനും മറ്റൊരു സ്ത്രീയിൽ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഈ വിവാഹത്തിൽ അവർക്ക് കുട്ടി ഉണ്ടായില്ല. പക്ഷേ എന്നിട്ടും അയാള് ഈ ബംഗാരിപ്പള്ളിയിലെ അമ്മായി എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് ചിലവിന് കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ബംഗാരപ്പള്ളിയിലെ അമ്മായി എന്ന് പറയുന്ന ഈ കഥാപാത്രത്തിന്റെ അതിസൂക്ഷ്മമായ മാനസിക വ്യാപാരങ്ങൾ എത്ര സമർത്ഥമായിട്ടാണ് ഈ കഥാകാരൻ ചിത്രീകരിച്ചിരിക്കുന്നത്. ഞാൻ ഓരോ കഥയും എടുത്ത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പുസ്തക പരിചയത്തിനുള്ള ആൾക്കാരത് നടത്തുന്നുണ്ടാവും. എന്താണെങ്കിലും മലയാള കഥാലോകത്തിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ഒറ്റമൈന എന്ന് പറയുന്ന ഈ കഥ എന്നതിൽ യാതൊരു കഥാസമാഹാരം. ഈ ഒറ്റമൈന എന്ന കഥാസമാഹാരം മലയാള ചെറുകഥാ സാഹിത്യത്തില് ഒരു അടയാളപ്പെടുത്തപ്പെടുന്ന ഗ്രന്ഥമായി മാറും. അത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറായ, പ്രത്യേകിച്ചും സർഗാത്മക സാഹിത്യങ്ങളോട് ഇന്ന് പല പ്രസിദ്ധീകരണ സംഘങ്ങളും നിഷേധാത്മകമായ സമീപനമാണ് വെച്ചു പുലർത്തുന്നത്. ഈ ഒറ്റമൈന എന്ന കഥാസമാഹാരം, ശ്രീ GK സുരേഷ് ബാബുവിന്റെ ഈ കഥാസമാഹാരം പ്രസിദ്ധീകരിക്കാൻ തയ്യാറായ വേദ ബുക്സിനെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നമസ്കാരം. ബഹുമാന്യരെ, ഒരു ഔപചാരികതയുടെ പേരിൽ മാത്രം ഈ ചടങ്ങിന് നന്ദി പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. തീർച്ചയായും ഇതൊരു കുടുംബച്ചടങ്ങ് പോലെ, അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിൻ്റെ ചടങ്ങിൽ ഔപചാരികതയുടെ ആവശ്യമില്ല. എങ്കിൽ പോലും ഒരു ഫംഗ്ഷൻ എന്ന നിലയിൽ ഇതിൽ നന്ദി പറയാതിരിക്കുന്നത് ശരിയല്ല. ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഒരു പക്ഷേ ഇതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും അഭിമാനാർഹമായ നിമിഷമാണ്. നേരത്തെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിലും ചെറുകഥകൾ ഒരു സമാഹാരമായി പ്രസിദ്ധീകരിക്കാൻ അവസരം കിട്ടുന്നത് ഏതൊരു സാഹിത്യപ്രേമിയെ സംബന്ധിച്ചിടത്തോളവും നിർണായകമാണ്. 80കളിൽ ആദ്യം കഥ എഴുതിത്തുടങ്ങിയെങ്കിലും പിന്നീട് മാതൃഭൂമിയിലെ പത്രപ്രവർത്തനത്തിൻ്റെ തിരക്കിനിടയിൽ അത് കൈമോശം വന്നു പോവുകയായിരുന്നു. വീണ്ടും മറ്റു പല പ്രസിദ്ധീകരണങ്ങളുമായി, വിശേഷിച്ച് കേസരി, ഹിന്ദുവിശ്വ, ജന്മഭൂമി, കലാകൗമുദി തുടങ്ങിയ പല പ്രസിദ്ധീകരണങ്ങളിലായി പ്രസിദ്ധീകരിച്ച കഥകളാണ് ഇന്നിവിടെ സമാഹാരമായി പുറത്തിറങ്ങിയിട്ടുള്ളത്. ഈ കഥയ്ക്ക് പലപ്പോഴും പ്രേരണയായിട്ടുള്ളത് തീർച്ചയായും പത്രപ്രവർത്തന ജീവിതത്തിലെ അനുഭവങ്ങളും ഈ സമൂഹത്തിൽ നിന്നുള്ള എൻ്റെ അനുഭവങ്ങളും തന്നെയാണ്. ചില കഥകളെങ്കിലും ശരിക്കും ജീവിതത്തിൽ സംഭവിച്ചത് തന്നെയാണ്. ഇന്ന് വാർദ്ധക്യത്തെ വലിച്ചെറിയുന്ന ഒരു സമൂഹമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം സത്യത്തിൽ ഹൃദയവേദനയുണ്ടാക്കുന്നതാണ്. അച്ഛനും അമ്മയും കുടുംബവും ഒക്കെയായിട്ടുള്ള ബന്ധങ്ങളാണ് തീർച്ചയായും ഈ കഥകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളതും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളതും. ഇതിനകത്ത് ആധുനികതയോ ഉത്തരാധുനികതയോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള സാഹിത്യകാരന്മാർക്കും വിമർശകർക്കും മാത്രം മനസ്സിലാകുന്ന വാക്കുകളൊന്നും എനിക്ക് അറിയില്ല. ഞാനതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും പോയിട്ടില്ല.
എൻ്റെ മനസ്സിൽ തോന്നിയ കഥകളാണ് ഞാൻ ഇവിടെ ഈ പ്രേക്ഷകർക്ക് സമീപം പങ്കുവച്ചിട്ടുള്ളത്. ഞാൻ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഗുരുതുല്യരായ രണ്ട് പ്രമുഖ വ്യക്തികളാണ് ഇന്ന് ഈ ചടങ്ങിൽ പുസ്തക പ്രകാശനത്തിന് നമ്മളോടൊപ്പം എത്തിയത്. ഡോക്ടർ ജോർജ് ഓണക്കൂർ, മാതൃഭൂമിയിൽ പത്രപ്രവർത്തനം തുടങ്ങിയ കാലം മുതൽ ഉള്ള ബന്ധമാണ് അദ്ദേഹമായിട്ട്. അദ്ദേഹത്തിൻ്റെ എത്ര ഫങ്ഷൻസ് അദ്ദേഹം പങ്കെടുത്തുള്ള ചടങ്ങുകൾ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ട് തന്നെ ഉണ്ടാകും എന്നുള്ളത് എനിക്ക് കണക്കില്ല. അത്ര ആഴത്തിലുള്ള ഒരു ബന്ധം അദ്ദേഹവുമായിട്ടുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ പുസ്തകത്തിന് ഇത്രയും കടുത്ത തിരക്കിനിടയിലും ഇതിന് അവതാരിക എഴുതുകയും ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടുകഴിഞ്ഞു. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചതിന് അദ്ദേഹത്തിന്, പ്രസിദ്ധീകരണം നിർവഹിച്ചതിന് അദ്ദേഹത്തിന് നന്ദി പറയുന്നു. ഡോക്ടർ KS രാധാകൃഷ്ണൻ, അദ്ദേഹം കാലടി സർവകലാശാല വൈസ് ചാൻസലറായിരുന്നു, PSC ചെയർമാനായിരുന്നു, മികച്ച അധ്യാപകനും ദാർശനികനും സാമൂഹ്യ നിരീക്ഷകനും ഒക്കെയാണ്. അദ്ദേഹമാണ് പുസ്തകം പ്രകാശനം ചെയ്ത അടുത്തയാൾ. അദ്ദേഹത്തിനും എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിനും നന്ദി പറയുന്നു. പിന്നീട് ശ്രീ NR മധു മീനച്ചൽ എന്ന കവി, പത്രപ്രവർത്തനത്തിൻ്റെയും സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെയും ഒക്കെ ഇടയിൽ എപ്പോഴും കവിത്വം വിട്ടുകളയാതെ ചുണ്ടിൽ മായാത്ത പുഞ്ചിരിയുമായി എപ്പോഴും ഒരു പ്രേരണാശക്തിയായിട്ട് കൂടെ നിൽക്കുന്ന ഒരാളാണ് ശ്രീ മധുച്ചേട്ടൻ. അദ്ദേഹത്തിനും ഔപചാരികതയുടെ പേരിൽ നന്ദി പറയുന്നു. ശ്രീ ഉണ്ണികൃഷ്ണൻ ശ്രീശൈലം, എനിക്കറിയില്ല, ഏറ്റവും എൻ്റെ ആത്മാവിനെ തൊടുന്ന ഒരു സൗഹൃദം എന്ന് പറയാവുന്ന രീതിയിൽ വിചാരകേന്ദ്രത്തിൻ്റെയും തപസ്യയുടെയും സംഘത്തിൻ്റെയൊക്കെ പ്രവർത്തനത്തിൽ ഒപ്പമുള്ള ആളാണ് ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ. അദ്ദേഹത്തിനും ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തിയതിന് നന്ദി പറയുന്നു. പ്രസാധകൻ ഷാബു പ്രസാദാണ്. ഷാബു പ്രസാദുമായിട്ടുള്ള ബന്ധം സഹോദരതുല്യമായ ബന്ധമാണ്. ശ്രീ ഷാബു പ്രസാദിനും ഔപചാരികതയുടെ പേരിൽ നന്ദി പറയുന്നു. അദ്ദേഹത്തിൻ്റെ മകനും പാട്ടിൻ്റെ രംഗത്തെ ഭാവിയുടെ വാഗ്ദാനമായ കാളിദാസനും ഈ ചടങ്ങിൽ പങ്കെടുത്തതിന് നന്ദി പറയുന്നു. ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ സഹൃദയർക്കും, പ്രേക്ഷകർക്കും, സുഹൃത്തുക്കൾക്കും, ഗുരുതുല്യരായ ആൾക്കാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം.